നേരം ഓൺലൈനിലെ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും എല്ലാവർക്കും സഹർഷം സ്വാഗതം. 2023 കഴിയാൻ പോവുക. വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ 2023 എന്ന് പറഞ്ഞ വർഷം കഴിഞ്ഞ് 2024 എന്ന വർഷം തുടങ്ങുകയാണ്. അപ്പോൾ വരാൻ പോകുന്ന വർഷത്തിൽ നമുക്കൊക്കെ എല്ലാവർക്കും എന്താ പറയുക, അനുഭവവേദ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഗുണമുണ്ടാവും, ദോഷമുണ്ടാവും. Some of you will find it extremely what you call interesting, exhilarating and fruitful, and some will find it നെഗറ്റീവ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെ മാറിയും മറിഞ്ഞും വന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. ആർക്കും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള അനുഭവം ഉണ്ടാകാറില്ല. ഗുണമാകാം, ദോഷമാകാം. ഗുണം കഴിഞ്ഞ് ദോഷം, ദോഷം കഴിഞ്ഞ് ഗുണം, അങ്ങനെയാണല്ലോ. ഇതേപോലെ കഴിഞ്ഞ 2 വർഷങ്ങളിൽ 2022-ലും 2023-ലും ഈ വർഷത്തിൻ്റെ തന്നെ ആദ്യ സമയത്ത് ഞാൻ 2023 കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് 1 മുതൽ 31 വരെ ജനിക്കുന്ന ആൾക്കാർക്ക്, ഓരോ മാസത്തിലും 1 മുതൽ 31 വരെ ജനിക്കുന്ന ആൾക്കാർക്ക് ഓരോ വ്യക്തികൾക്കും വിവിധ ഫലങ്ങളായിരിക്കും. അതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ 1, 10, 19, 28, അതേപോലെ 2, 11, 20, 29, അങ്ങനെ ഇപ്പോൾ 9ൻ്റെ വ്യത്യാസം വെച്ച് ഇങ്ങനെ ഓരോരോ സംഖ്യകൾക്കും അതിൻ്റേതായിട്ടുള്ള ഫലമുണ്ട്. അതിനെ ഗ്രൂപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ജന്മദിനങ്ങൾ, ജന്മസംഖ്യ ഉള്ളവർക്ക് ഏതാണ്ട് ഒരേപോലെയുള്ളൊരു ഫലമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതനുസരിച്ചിട്ടാണ് കണക്ക് കൂട്ടി പറയുന്നത്. അത് കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു. ആ കഴിഞ്ഞ തവണ പറഞ്ഞത് പലതും അനുഭവസിദ്ധമായി എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മെനി പീപ്പിൾ ടോൾഡ് മീ through phone and through maybe WhatsApp and other means of communication. They told me that some of the predictions have come absolutely true, demonstrably true. ചില വ്യക്തികൾക്ക് ഈ ഫലങ്ങളുടെ അടുത്ത് എത്തി നിൽക്കുന്നു എന്നും പറഞ്ഞു. എന്തായാലും വളരെ സന്തോഷമുളവാക്കുന്ന ഒരു വാർത്തയായിരുന്നു അത്. അപ്പോൾ ഈ വർഷം 2023 തുടങ്ങാനായിട്ട്, 2023 അവസാനിച്ച് 2024 തുടങ്ങാനായിട്ട് കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഏതാണ്ട് ഒരു 15 ദിവസം അല്ലെങ്കിൽ 16 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഇൻഡിവിജ്വൽസിന്, വ്യക്തികൾക്ക് ഈ 2024 എന്ന് പറയുന്ന വർഷം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ചിന്തിക്കുന്നതിന് മുമ്പ്, ഈ 2024 എന്ന് പറഞ്ഞ വർഷം മൊത്തം ലോകത്തിന്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾക്ക് എങ്ങനെയാണത്, അല്ലെങ്കിൽ ആ ചുറ്റുപാടുകളിൽ എങ്ങനെയാണിത് സ്വാധീനം ചെലുത്തുന്നത് എന്നുള്ളൊരു പൊതുവായിട്ടുള്ളൊരു ഫലമാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. 2024 ഇൻ ജനറൽ മൊത്തം അതെങ്ങനെയിരിക്കും എന്നുള്ളതാണ്. ഈ 2024 എന്ന് പറയുന്ന വർഷം ഒരു സമ്പൂർത്തിയുടെ വർഷം ആണ് എന്നാണ് പറയുക. പൂർത്തീകരണത്തിൻ്റെ വർഷമാണ്. ഇറ്റ്സ് എൻ ഇയർ ഓഫ് ക്ലോഷർ ആൻഡ് കംപ്ലീഷൻ. അതാണ്. ഇറ്റ്സ് എൻ ഇയർ ഓഫ് ഫ്രൂഷൻ ആക്ച്വലി. അതായത് വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് നിങ്ങൾ ചെയ്തു വന്നുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരുന്ന പല പല കാര്യങ്ങളുടെയും ഫലപ്രദമായിട്ടുള്ള പരിസമാപ്തി നമുക്ക് കാണാൻ പറ്റുന്ന വർഷമാണ് ഈ 2024 എന്ന് പറയുന്നത്. ഈ 2024 എന്ന് പറയുന്നത് ഉദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ പഴയ പല സ്വഭാവങ്ങളും, പല സമീപനങ്ങളും, പല ചിന്താഗതികളും പാടെ നമ്മൾ മാറ്റും എന്നാണ് പറയുന്നത്. അതായത് അന്നത്തെ നിങ്ങൾ എന്താണോ ചിന്തിച്ചുകൊണ്ടിരുന്നത്, അന്നത്തെ നിങ്ങളുടെ ആശയാഭിലാഷങ്ങൾ, നിങ്ങളുടെ ഇംഗിതങ്ങൾ, നിങ്ങളുടെ കാമനകൾ, ഇതൊക്കെ തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി നിങ്ങൾ അവലംബിച്ചിരുന്ന, അനുവർത്തിച്ചിരുന്ന നിങ്ങളുടെ സമീപനം അഥവാ അപ്രോച്ച്. അപ്പോൾ ദർ വിൽ ബി എ ചേഞ്ച് ഇൻ ദി വാട്ട് യു കോൾ യുവർ ഹാബിറ്റ്സ്, യുവർ ക്യാരക്ടറിസ്റ്റിക്സ്, യുവർ അപ്രോച്ച്, യുവർ ആറ്റിറ്റ്യൂഡ്, എവ്രിതിങ് വിൽ ചേഞ്ച്. എവ്രിതിങ് വിൽ അണ്ടർഗോ എ ഡ്രാസ്റ്റിക് ചേഞ്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അന്ന് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗമില്ല എന്ന് മനസ്സിലാക്കിയ പല കാര്യങ്ങളും നമ്മൾ ഈ 2024 ഉപേക്ഷിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ സൗഹൃദങ്ങൾ എന്നിവയ്ക്കൊക്കെ മാറ്റമുണ്ടാകും. നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടും, നമ്മുടെ അഭ്യുദയകാംക്ഷികളുമായിട്ടും, നമ്മുടെ ബന്ധുജനങ്ങളുമായിട്ടും ഏറ്റവും ഇൻറ്റിമേറ്റായിട്ടുള്ള നമ്മുടെ റിലേഷൻ ഭാര്യാഭർത്തൃ ബന്ധമാണ്, അല്ലെങ്കിൽ മക്കളുമായിട്ടുള്ള ബന്ധമാണ്, അല്ലെങ്കിൽ അച്ഛനമ്മമാരുമായിട്ടുള്ള ബന്ധമാണ്. അത്തരത്തിലുള്ള ഗാഠമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന, ഏറ്റവും ഇൻറ്റിമേറ്റാണെന്ന് നമ്മൾ കരുതുന്ന പല ബന്ധങ്ങൾക്കും മാറ്റമുണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ ബന്ധം, അതായത് ലോകത്തിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് വ്യക്തിയാണ്. വ്യക്തി, അത് കഴിഞ്ഞിട്ട് കുടുംബം, കുടുംബം കഴിഞ്ഞ് സമൂഹം, സമൂഹം കഴിഞ്ഞ് ഗോത്രം അഥവാ ക്ലാൻ,
അങ്ങനെ അനവധി ഗോത്രങ്ങൾ ചേർന്നൊരു സമൂഹം അല്ലെങ്കിൽ ഒരു സൊസൈറ്റി, ആ സൊസൈറ്റി ചേർന്നിട്ടാണല്ലോ നമ്മളൊരു സംസ്ഥാനമോ ഒരു രാഷ്ട്രമോ ഒക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ അനവധി സംസ്ഥാനങ്ങൾ ചേർന്നിട്ട് ഒരു രാഷ്ട്രം, അങ്ങനെ അനവധി രാഷ്ട്രങ്ങൾ ചേർന്നാണ് നമ്മുടെ ലോകം ഉണ്ടായിരിക്കുന്നത്. അതായത് ബിഗിനിങ് ഫ്രം യു, ഈ വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങളിൽ തുടങ്ങിയ ആ മാറ്റം അനുസ്യൂതം, യാതൊരു പ്രതിബന്ധവുമില്ലാതെ അതങ്ങനെ വ്യാപിച്ച് ലോകം മുഴുവൻ വ്യാപിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ പോലും 2024 ശാക്തിക ചേരികളിലൊക്കെ വലിയ വലിയ മാറ്റം ഉണ്ടാവും. പ്രത്യേകിച്ചും പശ്ചിമേഷ്യ, അതേപോലെ മധ്യപൂർവേഷ്യ, യൂറോപ്യൻ സാമ്പത്തിക സമൂഹം അല്ലെങ്കിൽ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി, UK, യുണൈറ്റഡ് കിങ്ഡം, അതേപോലെ 5 ആഫ്രിക്കൻ രാജ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 5 ആഫ്രിക്കൻ രാജ്യങ്ങളിലുമൊക്കെ തന്നെ കാതലായിട്ടുള്ള സാമ്പത്തിക സാമൂഹ്യ മാറ്റങ്ങളുണ്ടാവും. പൊളിറ്റിക്കൽ ചേഞ്ചസ് ഓൾസോ വിൽ ബി ദർ. വിൽ ബി ഏബിൾ ടു വിറ്റ്നസ് സോ മെനി പൊളിറ്റിക്കൽ ചേഞ്ചസ് ഇൻ പവർ സ്ട്രക്ചർ, ചേഞ്ചസ് ഇൻ ട്രേഡ്, ചേഞ്ചസ് ഇൻ കൊമേഴ്സ്, ചേഞ്ചസ് ഇൻ നാഷണൽ ഓർ ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്സ്. അതായത് ദൗത്യങ്ങൾ, ട്രീറ്റുകൾ അഥവാ ഉടമ്പടികളൊക്കെ തന്നെ, പുതിയ ഉടമ്പടികളൊക്കെ തന്നെ ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഈ 4ഓളം രാജ്യങ്ങളിൽ നേതൃമാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട ചില രാജ്യങ്ങൾ, ഒരു 4ഓളം രാജ്യങ്ങളിൽ നേതൃത്വ മാറ്റം ഉണ്ടാകുന്നത്. ദർ വിൽ ബി എ ചേഞ്ച് ഓഫ് പവർ സ്ട്രക്ചർ ഓർ അഡ്മിനിസ്ട്രേഷൻ ഓർ മേ ബി ദ റൂളേഴ്സ് ഓഫ് ദോസ് കൺട്രീസ് വിൽ ചേഞ്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത് 2024. ഭാരതത്തിൻ്റെ കാര്യം പറയുന്നത്, ഭാരതത്തിലും പുതിയ ശാക്തിക ചേരികൾ, പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞ് ഇതേവരെ ശത്രുക്കളായിരുന്ന പല രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ 2024 ആകുമ്പോൾ ബാന്ധവത്തിൽ ഏർപ്പെടും എന്നാണ് പറയുന്നത്. ടിൽ ദിസ് ടൈം ദേ വേർ ഒപ്പോസിങ് ഈച്ച് അതർ, ദേ വേർ ആൻറ്റഗണിസ്റ്റ്സ്, അവർ എനിമീസ് ആയിരുന്നു, അല്ലെങ്കിൽ ദെയർ പോളിസീസ് ഡിഫേർഡ് ഗ്രേറ്റ്ലി ആൻഡ് ദേ കുഡ് നോട്ട് സീ ഐ ടു ഐ. അത് വളരെ ദേ വേർ അറ്റ് ലോഗർ ഹെഡ്സ്. പക്ഷേ ഈ people who were at loggerheads and political parties which did not see eye to eye, such parties will come close together and they may probably bridge their gap or differences. അത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. രാഷ്ട്രീയ ബാന്ധവങ്ങൾക്കും പുതിയ ശാക്തിക ചേരികൾക്കും സാധ്യതയുണ്ടാകും. പിന്നെ പറഞ്ഞിരിക്കുന്നത് ലോകത്ത് ആകമാനം ഒരു ആത്മീയ ഉണർവ്, ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദർ വിൽ ബി എ സ്പിരിച്വൽ അവേക്കനിങ് ഇൻ ദി എൻറ്റയർ വേൾഡ് എന്നാണ്, ഇൻക്ലൂഡിങ് ഇന്ത്യ. ഇന്ത്യ ഈസ് നോട്ട് എക്സംപ്റ്റഡ് ഫ്രം ദാറ്റ്. അതേപോലെ തന്നെ മതസാമുദായിക സമവാക്യങ്ങളിൽ പൊളിച്ചെഴുത്ത് കാണുന്നു എന്നാണ്. ചില പ്രത്യേക സമുദായങ്ങളും ചില പ്രത്യേക മതങ്ങളും ഒക്കെ തമ്മിലുള്ള ഇപ്പോഴത്തെ ഭിന്നത, ഇപ്പോൾ ആ ഭിന്നതയൊക്കെ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. പക്ഷേ അത്തരത്തിലുള്ള രാഷ്ട്രങ്ങൾ, പല രാഷ്ട്രങ്ങളിലുള്ള പല മത സമുദായ സമവാക്യങ്ങൾക്കൊക്കെ തന്നെ വലിയ മാറ്റമുണ്ടാകും എന്നാണ് കാണുന്നത്. വളരെ ചില സമുന്നതരായിട്ടുള്ള രാഷ്ട്രീയ കലാ സാംസ്കാരിക നേതാക്കളുടെ ശാരീരിക വിയോഗം കൂടി പറയുന്നുണ്ട്. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന 6 പേര് സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന, കലാപരമായിട്ടുള്ള രംഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏതാണ്ട് വലിയ 4ഓ 6ഓ സ്റ്റാൽവേർഡ്സ്, ഉന്നത ശീർഷരായിട്ടുള്ള വ്യക്തികൾ, അറിയപ്പെടുന്ന വ്യക്തികൾ കാലയവനികകൾക്കുള്ളിൽ മറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സംഭവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, റഷ്യ, ഉക്രൈൻ, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, തുർക്കി, സിറിയ, ലെബനോൺ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ പുതിയ ചില ആഭ്യന്തര പ്രശ്നങ്ങളും സാമ്പത്തികമായിട്ടുള്ള അരക്ഷിതാവസ്ഥയും സംജാതമാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ലോക എണ്ണ വിപണി പോലെയുള്ള, അതായത് ലോകത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന, ലോകത്തിലെ ഗതാഗതം നിയന്ത്രിക്കുന്ന, ലോകത്തിലെ വാണിജ്യ വ്യാപാര സംരംഭങ്ങൾ വരെ നിയന്ത്രിക്കുന്ന ഒരു വലിയ ഒരു ഫ്യൂവൽ അഥവാ ഇന്ധനമാണ് എണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഇന്ധനത്തിൻ്റെ സ്രോതസ്സുകൾ വറ്റിവരളം എന്നല്ല പറയുന്നത്, ആ സ്രോതസ്സുകൾ പുതിയ ചില സ്രോതസ്സുകൾ കണ്ടുപിടിക്കുകയും പുതിയ ചില ട്രേഡ് റിലേഷൻഷിപ്സ് ബിൽഡപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും എന്നാണ് പറയുന്നത്. 2024ഉം 2025ഉം അങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തു പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ സംജാതമാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് കഴിയുന്ന ചില രാജ്യങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടാവും. ഇന്ത്യയും ബംഗ്ലാദേശും പാകിസ്ഥാനും ചൈനയും മ്യാൻമാർ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ, നമ്മുടെ രാജ്യം ഉൾപ്പെടെ, പ്രകൃതിക്ഷോഭങ്ങൾ, അതായത്
നാച്ചുറലായിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകാം, കാറ്റസ്ട്രോഫികൾ ഉണ്ടാവാം, വളരെ വളരെ പിന്നെ എന്താ പറയുന്നത്, ഭൂകമ്പമാകാം, വെള്ളപ്പൊക്കമാകാം, അതേപോലെ തന്നെ ഭൂചലനങ്ങളാകാം, അല്ലെങ്കിൽ അതേപോലെ കൊടുങ്കാറ്റ് പോലുള്ള ഭയങ്കരമായിട്ടുള്ള പിന്നെ പ്രകൃതിക്ഷോഭങ്ങൾ, അതേപോലെ ടൊറൻഷ്യൽ റെയിൻ, ഭീകരമായിട്ടുള്ള വൃഷ്ടി, അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പിന്നെ വലിയ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചേക്കാം എന്നുകൂടി പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും കീപ്പിംഗ് ഓൾ ദീസ് തിങ്സ് aside, one what you call very promising and assuring thing which would be happening in the entire world would be എന്താ പറയുന്നത്, മാനവികത. ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ മനുഷ്യനെ തിരിച്ചറിയുന്ന, മനുഷ്യനെ ബഹുമാനിക്കുന്ന, മനുഷ്യനെ സഹായിക്കുന്നതായിട്ടുള്ള ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഉദ്ഭൂതമാകുന്ന ഒരു മാനവികത പുനഃസ്ഥാപിക്കപ്പെടും എന്നാണ്. അതിനു വേണ്ടിയിട്ട് 2-3 വ്യക്തികൾ, സ്പിരിച്വൽ ലീഡേഴ്സൊക്കെ ആയിരിക്കും. അതിൽ 2 പേര് ഇന്ത്യക്കാരാണെന്ന് പറയുന്നു. ഒരാൾ ചിലപ്പോൾ വെളിയിൽ നിന്നുള്ള ആളായിരിക്കും. ഇതിനു വേണ്ടിയിട്ട് അവിരാമം യത്നിക്കുമെന്നും അതിൻ്റെ ഫലമായിട്ട് മാനവികതയുടെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള നിരന്തര ശ്രമങ്ങൾക്ക് അവരുടെയൊക്കെ ശ്രമം ആക്കം കൂട്ടുമെന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദർ വിൽ ബി ഗ്രേറ്റ് ഡീൽ ഓഫ് ഫ്രണ്ട്ലിനെസ്, ടോളറൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അമംഗ് ദ പീപ്പിൾ ഓഫ് ദ വേൾഡ് എന്നാണ്. ആളുകൾക്കിടയിൽ കുറച്ചുകൂടി പരസ്പരം സ്നേഹിക്കാനും സുദൃഢമായിട്ടുള്ള സൗഭ്രാത്രം അല്ലെങ്കിൽ പിന്നെ ബ്രദർഹുഡ് ബിൽഡപ്പ് ചെയ്യാനും ഒക്കെയുള്ള ശ്രമങ്ങളും അതിന് അനുകൂലമായിട്ട് ലോകത്തിലെ ജനത കൂടെ നിൽക്കുന്ന ഒരു മഹനീയമായിട്ടുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയും, ഒരു സമത്വം, അവകാശ സമത്വം, അതേപോലെയുള്ള പിന്നെ വളരെ രസകരമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ പിന്നെ നമുക്ക് ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് കഴിഞ്ഞ ഒരു 10 വർഷം, കഴിഞ്ഞ ഒരു ദശകത്തിലെ പ്രയത്നങ്ങൾക്ക് ഫലപ്രദമായിട്ടുള്ള പരിസമാപ്തി പിന്നെ ഉണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ 2024 സെപ്റ്റംബർ തൊട്ട് പിന്നൊരു 4 കൊല്ലത്തേക്ക് 2028 വരെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ എന്താ പറയുന്നത്, ഒരു സങ്കീർണമെന്ന് വിശേഷിപ്പിച്ചാൽ അത്ഭുതമില്ലാത്ത, അതൊരു അത്യുക്തിയാവാത്ത രീതിയിലുള്ള ചില സംഭവ വികാസങ്ങൾ സോഷ്യോ പൊളിറ്റിക്കൽ പിന്നെ രംഗത്തൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ്. ദാറ്റ് വിൽ ലാസ്റ്റ് ഫോർ അബൌട്ട് 4 years എന്നാണ് പറയുന്നത്. കാരണം വലിയ വലിയ പിന്നെ വ്യവസായ ഭീമന്മാർ, വലിയ വലിയ കമ്പനികൾ, വലിയ വലിയ കോർപ്പറേറ്റുകൾ ചിലരൊക്കെ തന്നെ മെർജ് ചെയ്യും എന്നാണ് പറയുന്നത്. അസാമാന്യമായിട്ടുള്ള അഡ്വാൻസസ് ഇൻ ടെക്നോളജി, സാങ്കേതികത്വത്തിൽ വളരെ വളരെ മുന്നോട്ട് പോവുകയും എൻജിനീയറിംഗ് രംഗങ്ങളിലൊക്കെ തന്നെ വളരെ വളരെ നമ്മളൊക്കെ തന്നെ ശ്രദ്ധിക്കത്തക്ക രീതിയിലുള്ള കാതലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് പ്രധാനമായിട്ട് സംഭവിക്കാൻ പോകുന്നത് ഒരു ആത്മീയ ഉണർവാണ്, ഒരു റീ അവേക്കനിങ് ഉണ്ടാവും. അതായത് ഇതേവരെ നമ്മൾ ദർശിച്ചിട്ടില്ലാത്ത രീതിയിൽ അത്തരത്തിലുള്ളൊരു റീ അവേക്കനിങ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആത്മീയ രംഗത്ത്. പിന്നെ ചില യുദ്ധങ്ങളിൽ ഇന്ത്യ മാധ്യസ്ഥ്യം വഹിക്കും എന്നാണ്. ചില യുദ്ധങ്ങൾ ഇനിയിപ്പോൾ അടുത്ത വർഷവും പൊട്ടിപ്പുറപ്പെടും. യുദ്ധങ്ങൾ മാത്രമല്ല, അതിനകത്ത് പുറമേ കാണാൻ പറ്റാത്ത രീതിയിലുള്ള, ഇപ്പോൾ പണ്ട് കോൾഡ് വാർ എന്നൊക്കെ പറയുന്നത് പോലെ, ഇപ്പോൾ പുറമേ ദൃശ്യമല്ലെങ്കിൽ പോലും പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഞെരിക്കുന്ന, ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ള യുദ്ധസദൃശമായിട്ടുള്ള, യുദ്ധസമാനമായിട്ടുള്ള ചില രംഗങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിക്കുന്നതാണ്. അത്തരത്തിലുള്ള ചില പ്രത്യേക തരത്തിലുള്ള ഈ പിന്നെ എന്താ ഫൈറ്റിംഗ് ടാക്ടിക്സ് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഇന്ത്യ ഒരു ഇടനിലക്കാരനായിട്ട് നിന്ന്, മധ്യസ്ഥനായിട്ട് നിന്ന് അത്തരത്തിലുള്ള തർക്കങ്ങൾ, ലോകത്തിലെ പല രാജ്യങ്ങൾക്കും ഇടയ്ക്കുള്ള തർക്കങ്ങൾ പരിഹരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ ദർ വിൽ ബി സൈനിങ് ഓഫ് എഗ്രിമെൻറ്റ്സ് ടു റിസോൾവ് പ്രോബ്ലംസ് എന്ന് പറയുന്നുണ്ട്. നയതന്ത്ര ബന്ധങ്ങൾ പുതിയ പുതിയ തരത്തിലേക്ക്, പുതിയ തലങ്ങളിലേക്ക് വ്യാപിക്കും. അതേപോലെ ഇന്ത്യ തന്നെയും സ്വന്തം നയങ്ങൾ, ഇതേവരെയുള്ള നയങ്ങൾ പരിശോധിച്ച് സനിഷ്കർഷം അല്ലെങ്കിൽ അവധാനപൂർവ്വം പരിശോധിച്ച് ആ നയങ്ങൾ തിരുത്താൻ തയ്യാറാകും. പിന്നെ ഒരുപാട് യാത്രകൾ, ഇതിനിപ്പോൾ ഞാനിപ്പോൾ വരാൻ 1 തൊട്ട് 31 വരെയുള്ള ആളുകളുടെ ഫലം, വ്യക്തിപരമായ ഫലങ്ങൾ പറയുമ്പോൾ അതിൽ ഞാൻ പറയാം. ഒരുപാട് യാത്രകൾ ചെയ്യും നിങ്ങളെല്ലാവരും, 1 മുതൽ 31 വരെ ജനിച്ച ആൾക്കാർ. അതേപോലെ തന്നെ നമ്മൾ സാധാരണ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളല്ല, ദ്വീപ സമൂഹങ്ങൾ, അതേപോലെ തന്നെ മറ്റ് കോണ്ടിനെൻറ്റ്സ് അഥവാ ഭൂഖണ്ഡങ്ങളിലേക്കൊക്കെ തന്നെ നിങ്ങൾ യാത്ര ചെയ്യും. അതേപോലെ പ്രത്യേകിച്ച് കാനഡ, ഓസ്ട്രേലിയ, സൈഷെല്ലിസ്, ബഹാമാസ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങൾ, അതേപോലെ 5, 8, 13 ഒരു വ്യത്യസ്തമായിട്ടുള്ള, നമ്മൾ ഇതേവരെ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല, പക്ഷേ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ടെന്നാണ്. പിന്നെ പൊതുവേ
1, 2, 3, 4, 5, 6 എന്നീ ദിവസങ്ങളിൽ ജനിച്ച വ്യക്തികൾക്ക് വളരെ വളരെ മെച്ചപ്പെട്ട ഫലമുണ്ടാകും. പിന്നെ 1, 2, 9 തീയതികളിൽ ജനിച്ച വ്യക്തികൾക്ക്, അത് ലോകമെമ്പാടുമുള്ളവർക്കുള്ള കോമൺ ആയിട്ടൊരു ഫലമാണ്. ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. പക്ഷെ അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വളരെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് നമുക്ക് താതാത്മ്യം പ്രാപിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, വിത്ത് യുവർ ഓൺ എഫേർട്സ് യു വിൽ ബി ഏബിൾ ടു ടൈഡ് ഓവർ സച്ച് അഡ്വേഴ്സ് സർക്കംസ്റ്റൻസസ്. ഇഫ് യു ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഒരു ഇൻട്രപ്രിഡിറ്റി ആൻഡ് ഫിയർലെസ്നെസ് ടു ഫേസ് ദ സിറ്റുവേഷൻസ്, യു വിൽ ബി ഏബിൾ ടു കം ഔട്ട് ഓഫ് ദ ക്വാക്ക്മയർ ആൻഡ് what you call fight it out and maybe make it a very good year for you എന്നുള്ളതാണ്. പിന്നെ യൂണിവേഴ്സൽ ബ്രദർഹുഡിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ച ചില വ്യക്തികളുടെ ദേഹവിയോഗം അടുത്ത വർഷം ഉണ്ടാകും എന്നാണ്. അതായത് പാസിഫിസ്റ്റുകളുടെ, അതായത് സമാധാനത്തിനും സുരക്ഷയ്ക്കും അതേപോലെ പരസ്പര ഐക്യത്തിനും വേണ്ടിയിട്ട് നിരന്തരമായി പ്രവർത്തിക്കുന്ന ചില മഹാനുഭാവന്മാരുടെ അവരെ മൺമറയും അല്ലെങ്കിൽ അവരുടേതായ വിയോഗമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുകൂടി പറഞ്ഞിട്ട് നമ്മുടെ ഈ 2024 എന്ന് പറയുന്ന ഈ വരാൻ പോകുന്ന വർഷം നമ്മുടെ ലോകത്തിന്, ഇന്ത്യക്ക് ഒക്കെ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു റഫായിട്ടുള്ളൊരു പ്രൊഡിക്ഷനാണിത്. ദിസ് ഈസ് നോട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള, വളരെ ഇൻസൈസീവായിട്ടുള്ളൊരു പ്രൊഡിക്ഷൻ അല്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാനൊരു സാധ്യതയുണ്ട് എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഓരോ മാസത്തിലെ ഓരോ ദിവസങ്ങളിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് വിശകലനം ചെയ്യാം. ഈ 1, 10, 19, 28 തീയതികളിൽ ജനിച്ച ആളുകളുടെ പൊതുഫലമാണ് ഞാൻ പറയാൻ പോകുന്നത്. 2024 എന്ന് പറഞ്ഞ വർഷം അവർക്ക് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസൊക്കെ വളരെ കൂടും. ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ വ്യാപാര, വാണിജ്യ, ചെറുകിട വിൽപ്പന പരിപാടികളൊക്കെ പണ്ടത്തേക്കാൾ അല്പം കൂടെ മെച്ചപ്പെട്ട രീതിയിൽ നടക്കും എന്നുള്ളതാണ്. അതേപോലെ ഈ വസ്തു ഇല്ലാത്ത ആളുകൾ വസ്തു വാങ്ങുക, വീടില്ലാത്ത ആളുകൾ വീട് വാങ്ങുക, അതേപോലെ ചെറിയ വീടുള്ളവർ അത് കൊടുത്തിട്ട് വലിയ വീട് പണിയുക. പിന്നെ അതേപോലെ തന്നെ വർഷങ്ങളായിട്ട് നടത്തി വന്നിരുന്ന ചില പ്രത്യേക തരത്തിലുള്ള വാണിജ്യ വ്യാവസായിക പ്രവർത്തനങ്ങൾ നിർത്തിയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന പരിചയം മതിയാക്കിയിട്ട് പുതിയ പരിചയങ്ങളിൽ ഏർപ്പെടുക. അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഈ സൗഹൃദത്തിൻ്റെയൊക്കെ കാര്യത്തിൽ ഇപ്പോൾ ചിങ്ങം, മേടം, ധനു, കുംഭം മാസങ്ങളിൽ ജനിച്ച ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. നമുക്കിപ്പോൾ പലപ്പോഴും സൗഹൃദങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ അഭീഷ്ടത്തിന് അനുസൃതമായിട്ട് വേണം എന്നില്ല. സംടൈംസ് പീപ്പിൾ കം ആൻഡ് ഡാഷ് അഗൻസ്റ്റ് യു. ദേ ജസ്റ്റ് ഗെറ്റ് ഇൻസൈഡ് യുവർ ഹാർട്ട് ആൻഡ് പ്രോബ്ലി ഇൻഫ്ലുവൻസിങ് യു ഇൻ വൺ വേ ഓർ ദി അതർ. ഇറ്റ് ക്യാൻ ഹാപ്പൻ വിത്ത് യുവർ പെർമിഷൻ ഓർ വിത്തൗട്ട് യുവർ പെർമിഷൻ. ഇൻവോളണ്ടറി ആയിട്ടൊക്കെ ചിലപ്പോൾ ഇതൊക്കെ സംഭവിച്ചേക്കാം. അല്ലെങ്കിൽ ഓൺ യുവർ ഓൺ വൊളീഷൻ യു മേ സ്റ്റാർട്ട് ഫ്രണ്ട്ഷിപ്സ്. അത് രണ്ട് രീതിയാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട്, വാട്ട് ഈസ് മെൻറ്റ് ഫോർ യു വിൽ നെവർ മിസ് യു ആൻഡ് വാട്ട് ഈസ് നോട്ട് മെൻറ്റ് ഫോർ യു വിൽ നെവർ റീച്ച് യു എന്ന്. അത് വളരെ ശരിയാണത്. ചിലപ്പോൾ ചില സൗഹൃദങ്ങൾ മതിയാക്കി പുതിയ സൗഹൃദങ്ങൾ തുടങ്ങും. ചില തരത്തിലുള്ള അസോസിയേഷൻസ് അഥവാ ബാന്ധവങ്ങളോ ബന്ധങ്ങളോ മതിയാക്കി പുതിയതൊക്കെ തുടങ്ങാൻ സാധ്യതയുണ്ട് 2024 ഈ നമ്പറുകാർക്ക്. പിന്നെ ഇതൊക്കെ പറഞ്ഞാൽ പോലും ഇതിൽ പറയുന്നുണ്ട്, ഇപ്പോൾ ഇരിക്കുന്ന കച്ചവടമാണെങ്കിലും വാണിജ്യ പ്രവർത്തനമാണെങ്കിലും സാമ്പത്തിക പ്രവർത്തനമാണെങ്കിലും അതിനെ വലുതായിട്ട് അങ്ങോട്ട് കയറ്റി വലിയ രീതിയിൽ അതിനെ വികസിപ്പിക്കാൻ ശ്രമിക്കരുത് എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ആക്ടിവിറ്റീസ് വളരെ വലുതാക്കുകയോ വലിയ പാഴവും പരപ്പും അല്ലെങ്കിൽ അതിൻ്റെ വിസ്തൃതിയുമൊക്കെ വർദ്ധിപ്പിച്ച് ഇഫ് യു ട്രൈ ടു മേക്ക് ഇറ്റ് എ ബ്ലഡി ബിഗ് തിങ് പ്രോബ്ലി യു വിൽ ബി ഫേസിങ് ഫെയിലുവർ. അപ്പോൾ അത് പാടില്ല. ഇപ്പോൾ ഉള്ളതിനെ വലിയ ശല്യമില്ലാതെ നടത്തിക്കൊണ്ട് പോകുന്നതായിരിക്കും 2024 ഭംഗി എന്നർത്ഥം. എന്ന് പറഞ്ഞുകൊണ്ട് പുതിയതെന്തെങ്കിലും തുടങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതേപോലെ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രവർത്തനം പൂർണ്ണമായിട്ട് നിർത്തി പുതിയൊരെണ്ണം തുടങ്ങുന്നതുകൊണ്ടും കുഴപ്പമില്ല. പക്ഷെ ഉള്ളതിനെ ഒരുപാട് കടമൊക്കെ മേടിച്ച് ഒരുപാട് ഫൈനാൻസസ് ഒക്കെ അവൈൽ ചെയ്തിട്ട് ഇഫ് യു ട്രൈ ടു എൻലാർജ് അപ്പോൺ ഓർ ഇംപ്രൂവ് അപ്പോൺ യുവർ പ്രസൻറ്റ് ഡേ ആക്ടിവിറ്റി ചിലപ്പോൾ അത് നമുക്ക് പ്രതികൂലമായിട്ട് വന്നേക്കാം. ശരിക്കും ബേസിക്കായിട്ട് ഒരു വൈബ്രേഷൻ എന്ന് പറയുന്നത് 2024 ഒരു എക്സ്പാൻഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു വികസനം എന്ന ഉള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. നമ്മുടെ മനസ്സും കുറച്ചുകൂടി അങ്ങ് വികസിക്കും എന്നർത്ഥം. ഗ്രോത്ത്,
ഇറ്റ്സ് എൻ ഇയർ ഓഫ് ഗ്രോത്ത് ആൻഡ് ഇറ്റ്സ് എൻ ഇയർ ഓഫ് മണി എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ വിതച്ച വിത്തുകൾ മുളയ്ക്കാൻ അനുവദിക്കണം എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വ്യവസായത്തിൻ്റെയോ വാണിജ്യത്തിൻ്റെയോ ഒരു ആക്ടിവിറ്റിയുടെയോ, അല്ലെങ്കിൽ നമ്മളൊരു നോവൽ എഴുതാൻ തുടങ്ങി, അല്ലെങ്കിൽ നമ്മളൊരു കഥ എഴുതാൻ തുടങ്ങി, അല്ലെങ്കിൽ ചെറുകഥ എഴുതാൻ തുടങ്ങി, ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി, അത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ നിങ്ങൾ വിത്ത് വിതച്ചത് നിങ്ങൾ യു ഷുഡ് എൻകാഷ് മേ ബി പിന്നെ ഓൺ ദ സീഡ്സ് സോൺ ഏളിയർ എന്ന് പറയും. അതായത് നമ്മൾ നേരത്തെ വിതച്ച വിത്ത് യു അലൗ ഇറ്റ് ടു ഗ്രോ ആൻഡ് ബിക്കം മേ ബി ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള പിന്നെ സീഡ്ലിങ്സ് ആയിട്ട് മാറാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നർത്ഥം. പിന്നെ നമ്മൾ കാറോ അല്ലെങ്കിൽ അതേപോലെ വീടോ അല്ലെങ്കിൽ നമ്മളൊരു ആശയമോ ഒക്കെ വിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, പ്രോപ്പർട്ടി ആണെങ്കിലും ശരി, നമ്മുടെ കയ്യിലുള്ള ഷെയർസ് ഓഹരികളാണെങ്കിലും ശരി, വെഹിക്കിൾസ് ആണെങ്കിലും ശരി, ആശയങ്ങളാണെങ്കിലും ശരി, കോൺസെപ്റ്റ്സ് ആണെങ്കിലും ശരി, നിങ്ങൾക്കത് ഈ 2024 വിറ്റ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ക്യാഷ് ഇൻ ഓൺ മേ ബി ദി വാല്യൂ ഓഫ് യുവർ പൊസിഷൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു തരത്തിൽ പറഞ്ഞാൽ വളർച്ചയുടെ സമ്പത്തിൻ്റെ വർഷമാണ് 2024 എന്ന് പറയുന്നത്. വളരെ സാറ്റിസ്ഫൈയിങ് ആണ്, വളരെ തൃപ്തി തരുന്ന, ആന്തരികമായ ഒരു സമാധാനം തരുന്ന വർഷമാണ്. പക്ഷേ കാര്യം പറയുന്നത് ഉൾക്കാഴ്ചയോട് കൂടിയിട്ട് എന്താ പറയുന്നത്, അന്തർജ്ഞാനം, അതായത് ഇൻറ്റ്യൂഷനോട് കൂടിയിട്ട് പിന്നെ ജോലി ചെയ്യണം. അങ്ങനെ ജോലി ചെയ്യുമ്പോൾ എന്ത് വരുന്നു വെച്ച് കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ഫോക്കസ് യുവർ അറ്റൻഷൻ ഓൾമോസ്റ്റ് എൻറ്റയർലി ഓൺ മേ ബി ദ ടാർഗറ്റ്സ് വിച്ച് യു പ്ലാൻ ടു അച്ചീവ് ഡ്യൂറിങ് 2024. അത് നമ്മൾ ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2024 വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മൾ വിവാഹം കഴിക്കാൻ പറ്റുന്നുള്ളതാണ്. നമ്മൾ പല പുതിയ ആളുകളെ പരിചയപ്പെടും. ആ പരിചയമെന്ന് പറയുന്നത് കുറച്ചുകൂടി വികസിച്ച് ഒരുപക്ഷെ അതൊരു വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റിയ രീതിയിലുള്ള ഗാഠമായിട്ടുള്ളൊരു ബന്ധമായിട്ട് മാറിയേക്കുന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ പരിണതഫലവും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും കൂടുതൽ പിന്നെ ശ്രദ്ധയോട് കൂടിയിട്ട് നല്ല എന്താ പറയുന്നത് ഏകാഗ്രതയോട് കൂടിയിട്ട് അത്തരം കാര്യങ്ങൾ നേടാനുള്ള നമ്മുടെ കഠിനമായ പരിശ്രമം എന്ന് പറയുന്നത് നമുക്ക് കുറേയധികം ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഞരമ്പുകൾ, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ സ്റ്റൊമക്ക് അഥവാ വയറ്, നമ്മുടെ ലിവർ അഥവാ കരൾ, നമ്മുടെ ലിംസ് കൈകാലുകൾ, നമ്മുടെ പിന്നെ എന്താ പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെ, യു വിൽ ബിക്കം മൂഡി മോസ്റ്റ് ഓഫ് ദ ടൈം. അത് മാത്രമല്ല യു വിൽ ഓൾസോ ഹാവ് ഡെല്യൂഷൻസ് ഓഫ് ഗ്രാൻഡർ. നമ്മളേതോ വലിയ ആളാണ്, നമ്മളിൽ കവിഞ്ഞ ആരുമില്ല എന്നൊക്കെയുള്ള ചില തോന്നലുകളൊക്കെ നമ്മളിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ തന്നെ ഇളക്കി മറിക്കും എന്നുള്ളതാണ്. എവറിത്തിങ് ബിക്കംസ് ടോപ്സി ടെർവി, ടേൺസ് അപ്സൈഡ് ഡൗൺ. നമ്മളിൽ കവിഞ്ഞ ആരുമില്ല, നമ്മളാണ് ഏറ്റവും വലിയ ആളെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ തോന്നലുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമാകെ കുളമാകും അല്ലെങ്കിൽ ചളമാകും എന്നാണ് പറയുക. പിന്നെ ഈ ഹെക്റ്റിക് ഷെഡ്യൂള് കൊണ്ട് അസുഖമുണ്ടാകുന്ന മാസങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഫെബ്രുവരി, മെയ്, സെപ്റ്റംബർ, നവംബർ മാസങ്ങളാണ് നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുന്ന മാസങ്ങൾ, ശാരീരിക മാനസിക പ്രശ്നങ്ങളുണ്ടാകുന്ന മാസങ്ങൾ. അതേപോലെ വളരെ ദൂരേക്ക് കാറോ ബസ്സോ സ്കൂട്ടറോ ഒക്കെ ഓടിച്ചു പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്നാണ്. യു നീഡ് ടു പേ അറ്റൻഷൻ വൈ ഡ്രൈവിങ് എ ലോങ് ഡിസ്റ്റൻസ്. ഇപ്പോൾ നിങ്ങൾ ഗൾഫിലാണ് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലാണ്, അമേരിക്കയിലാണ്, പിന്നെ ഇന്ത്യയിൽ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് ദൂരം ഡ്രൈവ് ചെയ്യേണ്ടതായ സന്ദർഭങ്ങൾ സംജാതമാകും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ നീന്താൻ പോകുമ്പോൾ വലിയ ഉയരമുള്ള പർവ്വതങ്ങളോ കൊടുമുടികളോ മലകളോ ഒക്കെ കയറുമ്പോൾ വലിയ താഴ്ചയുള്ള ക്രേറ്ററുകൾ അല്ലെങ്കിൽ കുഴികളിലേക്ക് ഗർത്തങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. പിന്നെയുള്ളൊരു സാധ്യത പറഞ്ഞിരിക്കുന്നത് മിശ്രവിവാഹ സാധ്യതകൾ എന്നാണ്. മറ്റ് സമൂഹത്തിൽപ്പെട്ട, മറ്റ് മതങ്ങളിൽപ്പെട്ട, മറ്റ് ജാതികളിൽപ്പെട്ട അങ്ങനെയൊക്കെയുള്ള വ്യക്തികളുമായിട്ട് നമുക്ക് പരിചയമുണ്ടാവുകയും അത്തരം വ്യക്തികളുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ സ്പിരിച്വൽ ഗ്രൂപ്പ്സിൽ പെടും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്, ഇസ്കോൺ പോലുള്ള ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരുപാട് സ്പിരിച്വൽ ഗ്രൂപ്പ്സ് ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അങ്ങനെയുള്ള സംഘടനകളിൽ അംഗമാകുക, അതേപോലെ തന്നെ പിൽഗ്രിമേജസ് അഥവാ തീർത്ഥാടനങ്ങൾ നടത്തുക, അതിനൊക്കെയുള്ള സാധ്യതകൾ ജനുവരി, ജൂൺ, മെയ്, ഒക്ടോബർ മാസങ്ങളിലുണ്ടാകും. ഒരുപാട് യാത്രകൾ വരും എന്നുള്ളതാണ്.
പ്രത്യേകിച്ചും ജനുവരി, ഫെബ്രുവരി, ഏപ്രിൽ, ഒക്ടോബർ, നവംബർ എന്നൊക്കെയുള്ള അല്ലെങ്കിൽ ആ മാസങ്ങളിലൊക്കെ തന്നെ വളരെ 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 മാറ്റങ്ങൾ ഉണ്ടാകുന്ന വളരെ നല്ല മാസങ്ങളായിട്ടാണ് പറയുന്നത്. അതേപോലെ ഈ ഇൻ്റർവ്യൂവിനൊക്കെ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകേണ്ട ദിവസങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയറുടെ അടുത്ത് കൂടുതൽ ശമ്പളം കൂട്ടണം, അല്ലെങ്കിൽ റൈസ് ഇൻ സാലറി വേണമെന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, ഗ്രൂപ്പ് ഡിസ്കഷൻസിനെ വിളിക്കുമ്പോൾ അതിന് പോകാനുള്ള അല്ലെങ്കിൽ ചർച്ചകളിൽ പങ്കെടുക്കാനുള്ള ദിവസങ്ങളെക്കുറിച്ചുമൊക്കെ അതിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും 1, 10, 11, 12, 19, 20 തീയതികൾ, അല്ലെങ്കിൽ ബുധനാഴ്ച, അല്ലെങ്കിൽ തിങ്കളാഴ്ച, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങളിൽ, അങ്ങനെയുള്ള ദിവസങ്ങളിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള തീയതികളിലാണ് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും, അതേപോലെ തന്നെ പ്രൊമോഷന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാനും, അതേപോലെ റീസെൻറ്റ് സാലറിക്ക് റിക്വസ്റ്റ് ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ, ഇഫ് യു ഗോ ഓൺ ദോസ് ഡേയ്സ്, അല്ലെങ്കിൽ ഓൺ ദോസ് മേ ബി ഡേറ്റ്സ്, സ്വാഭാവികമായിട്ടും യു ക്യാൻ എക്സ്പെക്റ്റ് വെരി ഗുഡ് റിസൾട്ട്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ 1, 10, 19, 28 തീയതികളിൽ അവർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. രണ്ട് 20, 29 തീയതികളിൽ ജനിച്ച ആൾക്കാർക്ക് നമ്മുടെ 2024 എങ്ങനെയിരിക്കുമെന്ന് നോക്കാം. ഇത് ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ തുടക്കമായിട്ടാണ് അങ്ങനെയുള്ള നമ്പറുകാർക്ക് അനുഭവപ്പെടുക എന്നർത്ഥം. അവർ വളരെ റിലാക്സ്ഡ് ആവും. കഴിഞ്ഞ വർഷങ്ങളിലോ ലാസ്റ്റ് ഇയർ ഇൻ പർട്ടിക്കുലർ അവർക്ക് ഒരുപാട് മാനസിക വിക്ഷോഭങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള മാനസിക വിക്ഷോഭങ്ങളും പ്രശ്നങ്ങളുമൊക്കെ മാറി തെളിഞ്ഞ അന്തരീക്ഷം, അല്ലെങ്കിൽ തെളിഞ്ഞ ആകാശം, നല്ല നീലനിറം, അറിയാമല്ലോ, നല്ല ഒറ്റ മേഘങ്ങളില്ലാത്ത നീലനിറത്തിലുള്ളൊരു പശ്ചാത്തലം എന്നൊക്കെ പറഞ്ഞ പോലെ സ്വച്ഛസുന്ദരമായിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഈ 2024. ഇത്തരത്തിൽ ഈ 20, 29 തീയതികളിൽ ജനിച്ചവർ. പക്ഷേ ഇതിൽ ഞാൻ 11 പറയാതെ വിട്ടുപോയത് 11കാർക്ക് പ്രത്യേകിച്ച് ചില അഡീഷണൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് വിട്ടത്. അപ്പോൾ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സമയമായിരിക്കും. പുതിയ പുതിയ ശ്രമങ്ങൾ, പുതിയ സംരംഭങ്ങൾ, അല്ലെങ്കിൽ സമാരംഭങ്ങൾ, കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ സംരംഭം എന്നുള്ള അല്ല, വാക്ക് തെറ്റാണത്, സമാരംഭം എന്നാണ്. പുതിയ സമാരംഭങ്ങൾ, പുതിയ പുതിയ ഉദ്യമങ്ങൾ ഒക്കെ തുടങ്ങാനുള്ള നല്ല വർഷമാണ് 2024. പക്ഷേ എന്ത് തുടങ്ങിയാലും എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡോണ്ട് ബി ഇമ്പൾസീവ് എന്നാണ്. ആൻഡ് ഓൾസോ ഡോണ്ട് ബി ഹെഡ് സ്ട്രോങ്. വളരെ നല്ല ബോൾഡായിട്ട്, ധൈര്യത്തോടു കൂടി, ഭീതി അശേഷമില്ലാതെ, നല്ല ആത്മവിശ്വാസത്തോടു കൂടിയിട്ട്, നല്ല വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ കാര്യങ്ങളിൽ എന്താ പറയുക, നമ്മുടെ ഒരു പിടിവാശി എന്ന് ഞാൻ അതിനെ പറയത്തില്ല, നമ്മൾ അസർട്ടീവ് ആവണം. യു നീഡ് ടു ബി അസർട്ടീവ് അറ്റ് ടൈംസ്. അതായത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അവരവരുടെ അഭിപ്രായം തുറന്നു പറയുകയും ആ അഭിപ്രായങ്ങളിൽ പാറ പോലെ ഉറച്ചു നിൽക്കുകയും ഒക്കെ വേണം. വെറുതെ ഇങ്ങനെ ആടാൻ പാടില്ല എന്നർത്ഥം. അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് വേണ്ടി വരും എന്നാണ്. അങ്ങനെ നമ്മൾ ഈ വർഷം ചെയ്തു കഴിഞ്ഞാൽ, പുതിയ പുതിയ ആശയങ്ങൾ നമ്മൾ വികസിപ്പിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്താൽ, ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഡൈവേഴ്സിഫൈ ചെയ്താൽ, അതിനെ വൈവിധ്യവൽക്കരിച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഫാഷൻ ഡിസൈനാണ് ചെയ്യുന്നത്, അത് നമ്മൾ വേണമെങ്കിൽ അതിൽ തന്നെ പുതിയ മാനങ്ങൾ കണ്ടെത്തി പുതിയ പുതിയ ആക്ടിവിറ്റീസായിട്ട് നമുക്കതിനെ വികസിപ്പിക്കാം എന്നർത്ഥം. ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കേണ്ട, അതായത് ഇതേവരെ ചിന്തിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വ്യക്തമായി ചിന്തിക്കുക. അതായത് പുതിയ പുതിയ ആശയങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നർത്ഥം. അങ്ങനെ നോക്കണം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കും. ഈ വർഷം നിങ്ങൾ ഈ 2, 20, 29കാർ, 11കാരും അതെ, അവർക്ക് വരാൻ പോകുന്ന വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് തൻ്റെ മുകളിലുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ, രാഷ്ട്രീയക്കാരാണെങ്കിൽ ഏറ്റവും മുകളിലുള്ള രാഷ്ട്രീയക്കാർ, ഏത് തരത്തിലുള്ള രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും, ഇപ്പോൾ കമ്പനിയിലുള്ളതാണെങ്കിൽ കമ്പനിയുടെ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ വളരെയധികം അടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരുടെ സഹായവും നിങ്ങൾക്ക് നിർലോഭമായി ലഭിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതേവരെ കാണാത്ത, ഇപ്പോൾ ഉദാഹരണത്തിന് 30 കൊല്ലം മുമ്പ് പഠിച്ച ഒരു സുഹൃത്തെന്ന് വെച്ചോ, അങ്ങനെയുള്ളവരെ കാണും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യു വിൽ സീ ഓൾഡ് ഫ്രണ്ട്സ്. നിങ്ങളുടെ കൂടെ പഠിച്ച, നിങ്ങളുടെ കൂടെ ജോലി ചെയ്തവരെ
30-40 കൊല്ലത്തിന് ശേഷം നിങ്ങൾ ഈ 2024 കണ്ടുമുട്ടും. അതേപോലെ പണ്ട് നാടുവിട്ട് പോയി എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയോ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ചില വ്യക്തികൾ തിരിച്ചു വരും എന്നർത്ഥം. പണ്ട് പോയവർ തിരിച്ചു വരും എന്നർത്ഥം. നാടുവിട്ട് പോയവർ തിരിച്ചു വരും എന്നാണ് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ കണ്ടുമുട്ടുന്നത് പോലെ തന്നെ ആളുകൾ നിങ്ങളെ വിട്ടുപിരിയുകയും ചെയ്യും. മരണം കൊണ്ടോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ കൊണ്ടോ എവിടെയെങ്കിലും ദൂരദിക്കിലേക്കോ ദൂരദേശത്തേക്കോ അവർ മാറിപ്പോകാൻ സാധ്യതയുണ്ടെന്നർത്ഥം. അതിന് പകരമായിട്ട് നമുക്ക് പുതിയ സുഹൃത്തുക്കളെ കിട്ടും എന്നുള്ളതാണ്. പുതിയ ആത്മബന്ധങ്ങളുണ്ടാകും. പുതിയ പുതിയ സോഷ്യൽ സർക്കിൾസ് അല്ലെങ്കിൽ സമൂഹ ബന്ധങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കും, പുതിയ ആളുകൾ എന്നർത്ഥം. ഇപ്പോൾ നമ്മൾ ഇടുന്ന വിത്തുകൾ, നമ്മുടെ വിത്തുകൾ എന്ന് പറയുമ്പോൾ വേറെ ധരിക്കണ്ട, നമ്മൾ വിതയ്ക്കുന്ന വിത്തുകൾ, നമ്മൾ ആശയങ്ങളാണ് വിതയ്ക്കുന്നത്, ഞാനതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ വിതയ്ക്കുന്ന വിത്തുകൾ അടുത്ത വരുന്ന വർഷങ്ങളിൽ അവ കിളിർത്ത് പൊന്തി പൂർണ്ണ വളർച്ചയുള്ള തഴച്ചു വളരുന്ന ചെടികളായിട്ട് മാറും എന്നർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആശയങ്ങളുണ്ടെങ്കിൽ ആശയങ്ങളെ നിങ്ങൾ if you sow it, then you will find that within the next few years or so, the seeds which you have sown, they have what you call developed, they have grown into fully developed and healthy plants. അതാണ് നമുക്ക് കാണാൻ പറ്റുന്ന അർത്ഥം. അതേപോലെ നമ്മൾ ട്രെയിനിലോ ബസ്സിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ വർഷം നമ്മൾ ഒരുപാട് പേരെ കണ്ടുമുട്ടും. അങ്ങനെ കണ്ടുമുട്ടുന്ന ചില ആളുകൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കയറി ഇടം പിടിക്കും എന്നർത്ഥം. അതായത് ചിലപ്പോൾ ചില പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നർത്ഥം. പിന്നെ കർക്കിടകം, മേടം, തുലാം, മീനം രാശികളിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ ഈ വർഷം പുതിയ വ്യക്തികൾ പ്രവേശിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ള സൗഹൃദങ്ങൾ ചിലപ്പോൾ മതിയാവുകയോ ഒഴിഞ്ഞു പോവുകയോ ചെയ്തിട്ട് അതിന് പകരം പുതിയ ബന്ധങ്ങൾ വരും എന്നർത്ഥം. പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോഴ്സസോ അല്ലെങ്കിൽ വിവാഹബന്ധം ഒഴിയുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ സാധ്യതയുണ്ട്, അതിന് സാധ്യതയുണ്ട്. പുതിയ വിവാഹത്തിനും സാധ്യതയുണ്ടെന്നർത്ഥം. പുതിയ ജോബുകൾ കിട്ടും എന്നർത്ഥം. നിങ്ങൾക്ക് പുതിയ ജോലികൾ ലഭിച്ചേക്കാം. പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്തുക, പുതിയ പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കുക, പുതിയ റിസർച്ച് പേപ്പേഴ്സ് അഥവാ ഗവേഷണ പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്യുക. പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് നടക്കും. പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്ക് ജോലി ചെയ്യാൻ പാടില്ല. ജോയിൻ്റ് എഫേർട്സ് അല്ലെങ്കിൽ സംയുക്ത സംരംഭങ്ങൾ വേണ്ടി വരും എന്നർത്ഥം. അതേപോലെ ഇഷ്ടംപോലെ വായിക്കുക, എഴുതുക, പുതിയ പുതിയ വിജ്ഞാന മേഖലകളിൽ വ്യാപരിക്കുക, ഇതൊക്കെ തന്നെ സാധിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ ഇന്ത്യക്കാരനാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഗൾഫിലുള്ള അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോ മറ്റ് എവിടെയെങ്കിലും ഉള്ള ആൾക്കാരുമായിട്ട് ലൈഫ് ലോങ് റിലേഷൻഷിപ്സ് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഏപ്രിൽ, മെയ്, ജൂൺ, ഒക്ടോബർ മാസങ്ങളിൽ എന്നർത്ഥം. അങ്ങനെ ഉണ്ടാകുന്ന ബന്ധങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ദോഷകരമായിട്ടും വന്നേക്കാം എന്ന് പറയുന്നുണ്ട്. സം ഓഫ് ദോസ് റിലേഷൻഷിപ്സ് ആർ ലൈക്ലി ടു ബി ഹാംഫുൾ ടു യു എന്നാണ്. നോട്ട് ഓൾ ദി റിലേഷൻഷിപ്സ് വിൽ പ്രൂവ് themselves to be useful to you, immensely beneficial to you. At least some of it will turn out to be harmful to you എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ വർഷത്തിൽ എല്ലാ മാസങ്ങളുടെയും 1, 3, 10, 12, 19, 21, 28, 30 ദിവസങ്ങൾ വളരെ നന്നായിരിക്കും എന്നുകൂടി അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ സെൻറ്റിമെൻറ്റ്സ്, നമ്മുടെ മനസ്സിലിങ്ങനെ ഓരോരോ തോന്നലുകളുണ്ടാവും. അത് നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ്, നിങ്ങളുടെ വിലയിരുത്തലിനെ ബാധിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡു നോട്ട് അലൗ യുവർ സെൻറ്റിമെൻറ്റ്സ് ടു ക്ലൗഡ് യുവർ ജഡ്ജ്മെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെറുതെ പുറമേയുള്ള കാര്യങ്ങൾ കണ്ട് ആളെ ജഡ്ജ് ചെയ്യാൻ പോകരുത്. അതുകൊണ്ട് വളരെ പതുക്കെ അടിവെച്ച് മുന്നോട്ട് പോവുക. സ്ലോ ഗ്രോത്ത് ആൻഡ് അഡ്വാൻസ്മെൻറ്റ്. വളരെ പതുക്കെ അടിവെച്ചുള്ള മുന്നോട്ട് പോക്കാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, 11-ാം തീയതി ജനിച്ചവരുടെ കാര്യങ്ങൾ പ്രത്യേകം പറയാം എന്ന് പറഞ്ഞിരുന്നു. ഈ 11-ാം തീയതി ജനിച്ചവർ ഏത് വർഷമാണെങ്കിലും ശരി, അവർ കർമ്മിക് ബർത്ത് എന്നാണ് പറയുക. അതിലിപ്പോൾ ഞാനിങ്ങനെ വർഷങ്ങളായിട്ടിത് നോക്കുന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, മിക്ക 11-കാരും പൂർവ്വജന്മത്തിൽ ആക്സിഡൻ്റൽ ഡെത്തോ അല്ലെങ്കിൽ വിഷം കഴിച്ച് മരിക്കുകയോ തൂങ്ങി മരിക്കുകയോ ശ്വാസം മുട്ടി മരിക്കുകയോ തലയുടെ മുകളിൽ ഭാരമുള്ള വസ്തുക്കൾ വീണ് മരിക്കുകയോ അല്ലെങ്കിൽ തലയ്ക്ക് എന്തെങ്കിലും പരിക്ക് പറ്റി മരിക്കുകയോ ഒക്കെ ചെയ്തവരായിരിക്കും മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ബോൺ ഓൺ ദി 11th and 29th. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ ഇതിനകത്തിപ്പോൾ ഈ 2024
ഈ 11-ാം തീയതി ജനിച്ചവർക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ അഥവാ ഒരുപാട് പ്രേരണകൾ ഉണ്ടാവും. പിന്നെ അതേപോലെ അവർ നല്ലോണം വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണും. അല്ലെങ്കിലും ഈ 11-ാം തീയതി ജനിച്ചവർക്ക് ഇൻറ്റ്യൂട്ടീവ് പവറുണ്ട്. പിന്നെ ഐഡിയാസ് അവർക്ക് പെട്ടെന്ന് മിന്നലിൻ്റെ വേഗത്തിൽ വരാൻ പോവുകയാണെന്നർത്ഥം. ഇപ്പോൾ മിന്നൽ മുരളിയൊക്കെ ഓർമ്മിച്ചാൽ മതി. ഐഡിയാസ് വിൽ കം ടു ദം വിത്ത് ലൈറ്റ്നിങ് സ്പീഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതേപോലെ ഇവർ പുതിയ മതപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ളതോ ആയിട്ടുള്ള സംഘടനകളിൽ അംഗങ്ങളാവുകയും ആ രംഗങ്ങളിൽ പ്രശസ്തരായിട്ടുള്ള വേദാന്തികൾ അങ്ങനെയുള്ളവരൊക്കെ അവിടെയൊക്കെ ചേർന്നിട്ട് അവിടെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള അതിൻ്റെ നേതൃസ്ഥാനത്ത് അവരോധിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളുമായിട്ട് സുദൃഢമായ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇവർ മീനമാസത്തിലോ ചിങ്ങമാസത്തിലോ ആണ് ജനിച്ചത്, അല്ലെങ്കിൽ ഇവർ 11-ാം തീയതി 22-ാം തീയതി ആണ് ജനിച്ചത് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ പിന്നെ ജൂണിലോ സെപ്റ്റംബറിലോ ഏപ്രിലോ ആണ് ഇവർ ജനിച്ചത് എങ്കിൽ തീർച്ചയായിട്ടും ഇവർ ആത്മീയ രംഗത്തും അതേപോലെയുള്ള മറ്റ് പിന്നെ എന്താ പറയുന്നത് ഈ ഒരു അതായത് ഈസോട്ടറിക് ഓർഗനൈസേഷൻസിലൊക്കെ അവർ അംഗങ്ങളായിട്ട് അവർ വലിയ രീതിയിൽ പ്രശസ്തരായിട്ട് പിൽക്കാലത്ത് മാറാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവരെന്തെങ്കിലും ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ബുധനാഴ്ചയോ തിങ്കളാഴ്ചയോ പോവുക. ജനുവരി, ഫെബ്രുവരി, ഏപ്രിൽ, ഒക്ടോബർ, നവംബർ മാസങ്ങളാണ് പുതിയ ജോലി സ്വീകരിക്കാനും ജോലിക്ക് വേണ്ടി ശ്രമിക്കാനും അതേപോലെ തന്നെ പ്രൊമോഷൻ ടെസ്റ്റുകൾ എഴുതാനും അതിനുവേണ്ടി അഭ്യർത്ഥിക്കാനും ഒക്കെ ഏറ്റവും പറ്റിയ സമയം അതാണ്. പിന്നെ ഒരുപാട് യാത്ര ചെയ്യും കേട്ടോ ഈ 11-ന് ജനിച്ചവർ. ജനുവരി, മെയ്, ജൂൺ അതേപോലെ തന്നെ ഒക്ടോബർ മാസങ്ങളിലൊക്കെ ഒരുപാട് യാത്രകൾ അവർക്ക് വരും. ഉദ്യോഗ സംബന്ധമായിട്ടും അല്ലാതെ വ്യക്തിപരമായിട്ടുമുള്ള യാത്രകൾ. അത് ആ യാത്രകൾ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് എന്നാണ് പറയുക. അതായത് അവർ മുകളിലേക്ക് കയറാനുള്ള പടികളായിട്ട് ഈ യാത്രകൾ മാറും എന്നുള്ളതാണ് വാസ്തവം. മൂന്ന്, 12, 21, 30 തീയതികളിൽ ജനിച്ചവരുടെ കാര്യമാണ് ഞാൻ പറയാൻ പോണത്. അവർക്ക് വളരെ നല്ല ഒരു വർഷം തന്നെയാണ് 2024 എന്ന് പറയുന്നത്. അവർക്ക് പുതിയ പ്രത്യാശകളുടെ വർഷമാണ്. ദേ ലുക്ക് ഫോർവേഡ് ടു ദ ഫ്യൂച്ചർ വിത്ത് ഈഗർ ആൻറ്റിസിപ്പേഷൻ. അവർ വളരെ മുന്നോട്ട് നോക്കും. അവർക്ക് വളർച്ചയുടെ വർഷമാണ് 2024 എന്ന് പറയുന്നത്. അവർ ഒരുപാട് സുഹൃത്തുക്കളെ അതിഥികളായി സ്വീകരിച്ച് വളരെ ആതിഥ്യ മര്യാദയോട് കൂടിയിട്ട് അവരെ ഊട്ടുകയും ഉറക്കുകയും ഒക്കെ ചെയ്യും എന്നർത്ഥം. ഒരുപാട് ജീവിതം എൻജോയ് ചെയ്യും ഈ 3, 12, 21, 30കളിൽ ജനിച്ച ആൾക്കാർ ഈ വരാൻ പോകുന്ന വർഷം. പിന്നെ അതേപോലെ ഇഷ്ടം പോലെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. നാടകത്തിൽ അഭിനയിക്കും, സിനിമ എടുക്കും, സ്ക്രിപ്റ്റ് എഴുതും, സംവിധാനം നിർവഹിക്കും, പാട്ട് പാടും, പാട്ട് എഴുതും, അതേപോലെ നോവൽ എഴുതും, കൊച്ചു കഥകൾ എഴുതും, എല്ലാം ചെയ്യും. 2024 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഫുൾ ഓഫ് ഹെക്റ്റിക് ആർട്ടിസ്റ്റിക് ആക്ടിവിറ്റി ഫോർ ദീസ് പീപ്പിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒന്നേം എടുത്തിയാടിയൊന്നും പോകരുത്. ഇമ്പൾസീവായിട്ട് മുന്നാലോചനയൊന്നും കൂടാതെ എടുത്തിയാടേണ്ട കാര്യമൊന്നുമില്ല. പതുക്കെ പോയാൽ മതി. പിന്നെ തുടക്കത്തിൽ, അതായത് ഇപ്പോൾ ആ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ അവർ കുറച്ച് പിന്നാക്കം നിൽക്കുമെങ്കിലും പിന്നീട് മാർച്ചിന് ശേഷം അവരുടെ സാമ്പത്തിക സ്ഥിതി അല്പം കൂടെ ഒന്ന് മെച്ചപ്പെടാൻ സാധ്യതയുണ്ടെന്നർത്ഥം. പിന്നെ കൊച്ചു പദ്ധതികളല്ല ഇവർ ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ടത്. അവർ കുറച്ചുകൂടെ ലോങ് ടേം ആയിട്ടുള്ള ദീർഘകാല പദ്ധതികൾ വേണം ഇവർ ആവിഷ്കരിക്കാനും നടപ്പാക്കാനും ശ്രമിക്കേണ്ടതെന്നർത്ഥം. പിന്നെ കുറച്ച് കാശ് കൂടുതൽ ചിലവാക്കും. മറ്റുള്ളവരെ വിളിച്ചു കൊണ്ടുപോയി സൽക്കരിക്കുകയും അവരുടെ കടം വീട്ടാൻ വേണ്ടി കാശ് കടം കൊടുക്കുകയും അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുകയും അതേപോലെ തന്നെ ഇവരെ മറയായി നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് കടം മേടിച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത ഈ ഡേറ്റുകളിൽ ജനിച്ചവർക്ക് 2024 ഉണ്ടാകും. അതായത് സുഹൃത്തുക്കളുടെ ബാഡ് ഇൻഫ്ലുവൻസ് കാരണമാണ്. ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ദ ബാഡ് ഇൻഫ്ലുവൻസ് ഓഫ് ദെയർ ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവരായിരിക്കും കടത്തിന് പൂർണ്ണ ഉത്തരവാദികൾ. ഇവരല്ല കടമെടുത്ത് ഉപയോഗിക്കുന്നത് എങ്കിലും. നമ്മൾ മലയാളത്തിൽ സാധാരണ പറയാറില്ല പൊട്ടിപ്പൊളിഞ്ഞ് പണ്ടാരം പിടിക്കുക എന്ന്. അതേപോലെ വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകാൻ അവർക്ക് സാധ്യതയുണ്ടെന്നർത്ഥം. പിന്നെ
ധനു, മകരം, കുംഭം, തുലാം മാസങ്ങളിൽ ജനിച്ചവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ആ മാസങ്ങളിൽ ഇവർ ചില പെണ്ണുങ്ങളുമായിട്ടോ ആണുങ്ങളുമായിട്ടൊക്കെ പരിചയപ്പെടും. ഫ്ലർട്ടിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആയിരിക്കും ഉണ്ടാവുക. അല്ലാതെ ഹൃദയത്തെ സ്പർശിക്കുന്ന, ഹൃദയത്തെ തൊടുന്ന ബന്ധങ്ങളല്ല. പ്രത്യുത ശരീരത്തിൻ്റെ ഭംഗിയിലോ വടിവിലോ ആകൃഷ്ടരായിട്ട് പരസ്പരം, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പരസ്പരം ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഫ്ലോണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്ലോണ്ടി ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലോണ്ടിങ് ആയിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. അത് പാടില്ല. പിന്നെ അതേപോലെ തന്നെ തന്നേക്കാൾ പ്രായം കുറഞ്ഞ ആണുമായിട്ടും പെണ്ണുമായിട്ടും ബന്ധപ്പെടാനോ പരിചയപ്പെടാനോ ഇടവരും. അതായത് 60 വയസ്സുള്ള സ്ത്രീയെ 30 വയസ്സുള്ള പുരുഷനെയും, അതേപോലെ തന്നെ 70 വയസ്സുള്ള പുരുഷൻ 25 വയസ്സുള്ള സ്ത്രീയെയും ഇഷ്ടപ്പെടുകയും അവരുമായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ ഒളിഞ്ഞിരിക്കുന്ന വർഷം തന്നെയാണ് ഈ 2024 എന്ന് പറയുന്നത്. പിന്നെ മെയ് മാസം, മാർച്ച് മാസം, ഓഗസ്റ്റ്, ഡിസംബർ ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിലാണ് ഇത്തരത്തിലുള്ള അവിവേകപൂർണമായ ബന്ധങ്ങൾ ഉണ്ടാവുക. അത് നമ്മുടെ കൾച്ചർ അനുസരിച്ച് അവിവേകപൂർണമായ ബന്ധമാണ്. പക്ഷേ ഇഫ് യു ഗോ ടു ദ യൂറോപ്യൻ കൺട്രീസ് ഓർ പ്രോബ്ലി ടു ദി അതർ വെസ്റ്റേൺ കൺട്രീസ്, ഇറ്റ്സ് നോട്ട് എ സിൻ അറ്റ് ഓൾ, ഇറ്റ്സ് നോട്ട് എ ഇറഗുലാരിറ്റി അറ്റ് ഓൾ. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മളത് അത്തരത്തിലുള്ളൊരു കാര്യമായിട്ടാണ് നമ്മളത് വീക്ഷിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സ്കിൻ പ്രോബ്ലംസ് അഥവാ തൊലിപ്പുറത്ത് പ്രശ്നം, ലോ BP, അനീമിയ പോലുള്ള പ്രശ്നങ്ങൾ, കാലിലും കയ്യിലും പ്രശ്നങ്ങളുണ്ടാവുക, പ്രത്യേകിച്ച് കാലിൽ. പിന്നെ അതേപോലെ ഓവർ വർക്ക് കൊണ്ടുള്ള ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ, അതേപോലെ സെക്സ് ഡിസ്ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവുക, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവുക. പിന്നെ സെക്സ് എന്ന് പറയുന്ന പ്രക്രിയ പൂർത്തീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശാരീരിക വൈകല്യങ്ങൾ അനുഭവപ്പെടുക, പിന്നെ ബ്ലഡ് വെസൽസിൽ ബ്ലോക്ക് ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ വ്യാഴാഴ്ച, വെള്ളിയാഴ്ച കരിയറുമായിട്ട് അല്ലെങ്കിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുഷ്ഠിക്കാൻ വളരെ വളരെ മെച്ചമാണ്. പിന്നെ ഫെബ്രുവരി, മാർച്ച്, മെയ്, ജൂലൈ, നവംബർ മാസങ്ങളിലും കരിയർ അല്ലെങ്കിൽ പ്രവർത്തനം, അത് സ്വന്തം പാഷൻ അനുസരിച്ചിട്ടുള്ള പ്രവർത്തനമാണെങ്കിലും ശരി, കരിയറിൻ്റെ പ്രവർത്തനമാണെങ്കിലും ശരി, വളരെ വിശേഷമാണ്. പിന്നെ അതേപോലെ ട്രാൻസ്ഫർ വന്നോളും കേട്ടോ. ഈ വർഷം ട്രാൻസ്ഫർ വരുന്ന വർഷമാണ്. അതായത് ദൂരേക്കായിരിക്കും ട്രാൻസ്ഫർ വരിക. അതേപോലെ വീട് ഒഴിഞ്ഞു പോവുക, പുതിയ വീട് എടുക്കുക, ഇതൊക്കെ സംഭവിക്കും. പിന്നെ അതേപോലെ ഫെബ്രുവരി, ജൂൺ, ജൂലൈ മാസങ്ങളിലും നവംബർ മാസത്തിലും ധാരാളം യാത്ര ചെയ്യേണ്ടി വരും. ഉദ്യോഗത്തിന് വേണ്ടിയിട്ടോ ഔദ്യോഗികേതര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ യു നീഡ് ടു മൂവ് അബൌട്ട്. പിന്നെ ചെയ്യുന്ന ജോലികളിൽ കുറച്ച് എക്സ്പാൻഷൻ അഥവാ ഒരു വൈവിധ്യം അല്ലെങ്കിൽ ഒരു വിസ്തൃതി കാണുന്നുണ്ട്. പിന്നെ പുതിയ ബ്രാഞ്ചുകളിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ബാങ്ക് മാനേജർമാരോ ക്ലർക്കോ ഒക്കെ ആണെങ്കിൽ പുതിയ ബ്രാഞ്ചുകളിലേക്കൊക്കെ മാറേണ്ട വരും. അതിപ്പോൾ എല്ലാ വർഷവും മാറ്റം ഉണ്ടാകും എന്നുള്ളത് വാസ്തവം. പക്ഷേ ഇത് ഈ പറഞ്ഞ നമ്പറുകാർക്ക് കൂടുതൽ മാറ്റങ്ങൾക്ക് സാധ്യത, അല്ലെങ്കിൽ ദൂര സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരുന്ന അർത്ഥം. പിന്നെ അതേപോലെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ കാറുകൾ നിങ്ങൾ കൈമാറും അല്ലെങ്കിൽ വിൽക്കും, പുതിയ വസ്ത്രങ്ങൾ ധരിക്കും. അതേപോലെ തന്നെ പ്ലഷർ ട്രിപ്സ് അല്ലെങ്കിൽ എന്താ പറയുക, സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള, ആഹ്ലാദ തിമിർപ്പിന് വേണ്ടിയിട്ടുള്ള പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി അവിടേക്ക് യാത്രയൊക്കെ ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് അംഗീകാരം അഥവാ റെക്കഗ്നിഷൻ കിട്ടും. പിന്നെ ഒരുപാട് നല്ല ജോലിയിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടും. യു വിൽ ഗെറ്റ് എക്സലൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ യുവർ വർക്ക് ഓർ കരിയർ. പിന്നെ അതേപോലെ എൻ്റർടൈൻമെൻറ്റ്സ്, ഡാൻസ്, പാട്ട്, ഗാനമേള എല്ലാ കുന്തവും നിങ്ങൾക്ക് കിട്ടും. പിന്നെ പുതിയ പ്രണയബന്ധങ്ങളുണ്ടാവും, പുതിയ സുഹൃത്തുക്കളുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ലവ് ഡിനയൽസ് എന്ന് പറയും. അതായത് നിങ്ങൾ ചിലരെ പ്രണയ അഭ്യർത്ഥനയുമായിട്ട് സമീപിക്കുക, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. അപ്പോൾ അവർ പറയും വേറെ തൊഴിലില്ലെങ്കിൽ പൊക്കോളാൻ പറയും. ദേ വിൽ റിഫ്യൂസ് ടു അക്സെപ്റ്റ് യുവർ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ദേ വിൽ ഡിനൈ ആൻ ഓപ്പർച്യൂണിറ്റി ടു മൂവ് ക്ലോസർ ടു ദം. അങ്ങനെയൊക്കെ വരും. പിന്നെ ആക്സിഡൻസും ഇഞ്ചുറീസും വരുന്ന വർഷമാണെന്ന് പ്രത്യേകം പറയാൻ താല്പര്യമുണ്ട്. അതായത് പിന്നെ കാല്, തോള്, അതേപോലെ കഴുത്ത്, ഇങ്ങനെയുള്ള ശാരീരിക ഭാഗങ്ങളിൽ ഒടിവ്, ചതവ്, മുറിവ്, തുന്നിക്കെട്ട് ഇതൊക്കെ വരാം. പിന്നെ ബേൺസ്, പൊള്ളൽ വരാം. എക്സ്പ്ലോഷൻസ്, ഏതെങ്കിലും പൊട്ടിത്തെറിയിൽ വരാം. ഇപ്പോൾ ചിലപ്പോൾ വല്ല ആർമിയോ നേവിയോ എയർഫോഴ്സോ അല്ലെങ്കിൽ അതേപോലെ പാരാമിലിറ്ററി ഓർഗനൈസേഷൻസോ, അതായത് സെൻട്രൽ
ആംഡ് പോലീസ് ഫോഴ്സസ്, CAPF എന്നൊക്കെ പറയില്ലേ, ഒരുപാടുണ്ടല്ലോ. ITBP, പിന്നെ അതേപോലെ BSF, CRPF, സശസ്ത്ര സീമാ ബൽ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. അതൊക്കെ ചില ആർമി അതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ പറ്റാൻ സാധ്യതയുണ്ട്. ഡീപ്പ് വൂണ്ട്സ് എന്നാണ്, വയറ്റിൽ വലിയ ആഴമുള്ള മുറിവുകളുണ്ടാകാനും സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ പ്രണയിക്കുന്ന ചെറുപ്പക്കാർക്ക് അവരുടെ അച്ഛനമ്മമാരിൽ നിന്ന് കഠിനമായ അല്ലെങ്കിൽ കൊടിയ എതിർപ്പോ പീഡനമോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പത്രങ്ങളിൽ കാണാറുണ്ടല്ലോ, പിന്നെ അനിഷ്ട ബന്ധങ്ങൾ അല്ലെങ്കിൽ ഇല്ലാത്ത ബന്ധങ്ങൾ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ വലിയ റെപ്രിക്കഷൻസ് ഉള്ളതായിട്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതായിട്ടോ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ 3, 12, 21, 30 തീയതികളിൽ ജനിച്ചവർക്ക് സമ്മിശ്ര ഫലമാണ്. 4, 13, 31 തീയതികളിൽ ജനിച്ചവർക്ക് 2024 എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. അത് കുറച്ച് മോശമാണ്. മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരു വർഷമാണ്. ആക്സിഡൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ചോദിക്കും, എല്ലാവർക്കും ആക്സിഡൻറ്റ്സ് ഉണ്ടാവില്ലേ എന്ന്. അതാണ്, എനിബഡി ക്യാൻ ഹാവ് ആൻ ആക്സിഡൻറ്റ്, എനിത്തിങ് ക്യാൻ ഒക്കർ ടു എനിബഡി അറ്റ് എനി പോയിൻ്റ് ഓഫ് ടൈം. അതാണ്, അതല്ല. പക്ഷേ ഇതിനകത്ത് സാധ്യത കുറച്ച് കൂടുതലാണ്. 4, 13, 31 തീയതികളിൽ ജനിച്ചവർക്ക് 2024 അപകടങ്ങൾക്ക് കുറച്ച് കൂടുതൽ സാധ്യതയുണ്ടെന്നർത്ഥം. ആക്സിഡൻറ്റ് പ്രോണാണ്. അതുകൊണ്ട് പറയുന്നത് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ഒറ്റയ്ക്ക് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. ആൻഡ് ഇഫ് അറ്റ് ഓൾ യു ആർ ഗോയിങ് ഫോർ എ ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവ്, യു ടേക്ക് സംബഡി വിത്ത് യു ഹു നോസ് ഡ്രൈവിംഗ്. അതേപോലെ സ്ത്രീകളുമായിട്ട് വളരെ ലോങ് ഡിസ്റ്റൻസ് യാത്ര കുട്ടികളുമായിട്ടൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്നാലും പറയുന്നതാണ്. എക്സ്ട്രാ പ്രിക്കോഷൻസ് എടുക്കണം. എക്സ്ട്രാ പ്രിക്കോഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എടുക്കുന്ന മുൻകരുതലുകൾ കൂടാതെ കുറച്ചുകൂടെ കൂടുതൽ എടുക്കേണ്ടി വരും എന്നർത്ഥം. പിന്നെ ഇതേപോലെ 2024 ഇവർക്ക് സംഭവിക്കുന്ന വലിയൊരു ശല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ബിഗിൻ ടു ഹാവ് സ്ട്രോങ്ങർ ടെൻഡൻസി ടു ഗോ റോങ് എന്നാണ്. അവരെന്ത് ചെയ്താലും അതിൽ ചെറിയ പിഴവോ പിശകോ വൈകല്യമോ സംഭവിക്കാനുള്ള സാധ്യത അല്പം കൂടി നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒറ്റയ്ക്കുള്ള അർദ്ധരാത്രിയിലുമൊക്കെയുള്ള വളരെ ദീർഘദൂര യാത്രകൾ അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞത്. കാരണം നമുക്ക് ഒരുപാട് ഇപ്പോൾ ചിലപ്പോൾ ബെൽറ്റ് ഇടാതെ മറന്നു പോകും. ബെൽറ്റിന് നമുക്കൊരു റിമൈൻഡർ ഉണ്ട് എങ്കിൽ പോലും ചില പ്രത്യേക പ്രിക്കോഷൻസ് എടുക്കാതെ നമ്മൾ യാത്ര ചെയ്യും. അതേപോലെ നമ്മുടെ ഡ്രൈവിങ്ങിൽ മാത്രമല്ല, നമ്മൾ എവിടെ പോയാലും, ഈവൻ നമ്മുടെ ജോലിയിൽ പോലും നമ്മുടെ ചിലപ്പോൾ കോഷൻ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ ഇല്ലാതിരിക്കുക. അപ്പോൾ യു സീസ് ടു ബി പ്രൂഡൻറ്റ്. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടെന്നർത്ഥം. പിന്നെ ഈ വർഷത്തിൽ ഇങ്ങനെയുള്ളവർക്ക് കുറച്ച് വരുമാനം കുറയുമെന്നുള്ളത് കൊണ്ട് പിന്നെ വറി ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിച്ച പുരുഷനോ സ്ത്രീയോ അവരുടെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫ്ലെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവർ പ്രണയിച്ചിരുന്ന ആളെയോ അല്ലെങ്കിൽ അന്ന് അവർക്ക് അടുപ്പമുണ്ടായിരുന്ന ഒരാളെയോ കാണാനിടയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാരീഡ് പീപ്പിൾ ഷുഡ് വാച്ച് ഔട്ട് വെൻ മീറ്റിംഗ് ആൻ ഓൾഡ് അക്വൈൻറ്റൻസ്, ബിക്കോസ് അങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് സ്നേഹം അണപൊട്ടി ഒഴുകും. ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും അങ്ങനെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് വരും പറഞ്ഞാൽ, പണ്ട് കൂടെ പഠിച്ച അല്ലെങ്കിൽ പണ്ട് പ്രണയബദ്ധരായിരുന്ന ആൾക്കാരെ കാണുമ്പോൾ സർവ്വ നിയന്ത്രണങ്ങളും പരിമിതികളുമൊക്കെ ഉല്ലംഘിച്ചുകൊണ്ട് പെട്ടെന്ന് ഹൃദയത്തിൻ്റെ ഉൾഭാഗത്ത് നിന്ന് ഒരു റെക്കഗ്നിഷൻ അഥവാ കണ്ടെത്തലിൻ്റെ മനസ്സിലാക്കലിൻ്റെ ഒരു തീക്ഷ്ണമായ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു പ്രസ്ഫുരണം എന്നൊക്കെ പറയില്ലേ, അത് മാനിഫെസ്റ്റ് ചെയ്യും. അപ്പോൾ അതെന്ത് വരും പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന പുരുഷനോ സ്ത്രീക്കോ അത് മനസ്സിലാകും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. കമ്മിറ്റിംഗ് അഡൾട്ടറി ഈസ് ഹൈ ഓൺ ദി അജണ്ട എന്ന് പറയും. അങ്ങനെയുള്ള സമയങ്ങളിൽ ചിലപ്പോൾ പരപുരുഷ ബന്ധമോ പരസ്ത്രീ ബന്ധമോ ഒക്കെ അണപൊട്ടി ഒഴുകുകയോ അല്ലെങ്കിൽ സർവ്വ മറകളും നീക്കി പുറത്തു വരികയോ ഒക്കെ ചെയ്യുക. അതൊക്കെ വലിയ ശല്യം ഉണ്ടാക്കും എന്നർത്ഥം. അതുകൊണ്ട് ഈ 4, 13, 31 തീയതികളിലൊക്കെ ജനിച്ചവർ അൺഅറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നതായിരിക്കും നല്ലത് ഈ 2024. പിന്നെ ഈ വർഷം ഒരു ടേണിംഗ് പോയിൻ്റാണ്. കുറേയധികം മാറ്റങ്ങൾ പിന്നെ അവരുടെ ജീവിതത്തിലുണ്ടാകും.
അവർ പ്രതീക്ഷിക്കാത്ത ചില ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകും, പുതിയ പുതിയ സൗഹൃദങ്ങളും പിന്നെ അതേപോലെ പിന്നെ പരിചയപ്പെടലുകളും ഒക്കെ ഉണ്ടാവും. പിന്നെ ഇവർ ചെയ്യേണ്ടത് ഇവരുടെ ജോലിയിലൊക്കെ തന്നെ, ഏത് ജോലിയാണെങ്കിലും ശരി, ഏത് തരത്തിലുള്ള പ്രവർത്തനമാണെങ്കിലും ശരി, കുറച്ചൊരു കൺസോളിഡേഷൻ, ശക്തിപ്പെടുത്തൽ അത്യാവശ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആസ് പാർട്ട് ഓഫ് ദ ഗെയിൻസ് ദേ നീഡ് ടു ഫൈൻഡ് ടൈം ഫോർ കൺസോളിഡേറ്റിംഗ്. പിന്നെ ഒരു കുറച്ചുകൂടെ ഒരു അവരുടെ പാസ്റ്റ് ഗെയിൻസ്, അവരുടെ കഴിഞ്ഞ കാലത്തെ ഭൂതകാലത്ത് അവർക്കുണ്ടായിരുന്ന നേട്ടങ്ങളൊക്കെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും, അതിനെ ഒന്ന് ബലപ്പെടുത്തുന്നത്. പിന്നെ കാശൊക്കെ ഉണ്ടാക്കും, ഒരുപാട് ഓഹരികളൊക്കെ വിറ്റ് പൈസ ഉണ്ടാകാം, കാറ് വിറ്റ് പൈസ ഉണ്ടാകാം, വീട് വിറ്റ് പൈസ ഉണ്ടാകാം. ഈ പൈസ അതേപടി ചിലവഴിക്കുകയും ചെയ്യും. അവരൊക്കെ ഈ വർഷം വീട് പുനരുദ്ധരിക്കും. അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഏർപ്പെട്ട് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കും. വളരെ പ്രൂഡൻ്റായിട്ട് അല്ലെങ്കിൽ ശ്രദ്ധയോട് കൂടിയിട്ട് ഫൈനാൻസസ് അഥവാ സാമ്പത്തികം കൈകാര്യം ചെയ്താൽ വളരെ വളരെ മെച്ചമുണ്ടാകും. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും വീട്ടിനകത്തുള്ള മറ്റ് അംഗങ്ങളുമായിട്ട് ഇവർ കലഹിക്കുകയോ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഡിസപ്പോയിൻറ്റഡ് ആകും, നിരാശരാകും ആ പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ. പിന്നെ നമ്മുടെ ഈ ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. ഒക്ടോബർ 15 തൊട്ട് ഇമ്പ്രൂവ് ചെയ്യും. നമ്മളിപ്പോൾ ഈ ജനുവരിയിലൊക്കെ കുറച്ച് മോശമാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ തൊട്ട് ഒക്ടോബർ വരെ ശാരീരികമായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ തന്നെ ഒക്ടോബർ 15 തൊട്ട് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനാണ് സാധ്യത. ചിലവൊക്കെ കുറയ്ക്കണം, കരിയർ ശ്രദ്ധിക്കണം. അത് പ്രത്യേകിച്ച് മകരം, ചിങ്ങം, മിഥുനം, കർക്കിടകം മാസങ്ങളിൽ, പ്രത്യേകിച്ച് 4, 13, 22, 31 തീയതികളിൽ ജനിച്ചു കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് നമ്മളത് ശ്രദ്ധിക്കണം എന്നർത്ഥം. പിന്നെ മറ്റ് മിശ്രവിവാഹത്തിൻ്റെയൊക്കെ സാധ്യതകളുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുമായിട്ട് നമ്മൾ ബന്ധത്തിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ടാകും. പിന്നെ അതിൽ എല്ലാവരും അല്ല പറഞ്ഞിരിക്കുന്നത്. മിഥുനം, ചിങ്ങം, മകരം, തുലാം രാശികളിൽ അല്ലെങ്കിൽ 1, 4, 5, 7 തീയതികളിൽ ജനിച്ചവരായിരിക്കും മിക്കവാറും അത്തരം ബന്ധങ്ങളിൽ ഏർപ്പെടാനായിട്ട് പോകുന്നതെന്നർത്ഥം. പിന്നെ ഒരു വല്ലാത്ത അസുഖം പിടിക്കും എന്ന് പറയുന്നുണ്ട്, ഒരു ഓഡ് ഓർ മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു ഇൽനെസ്. അങ്ങനെ ആ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്താണ് അസുഖം എന്ന് കൃത്യമായിട്ട് അവർക്ക് കണ്ടെത്താൻ പറ്റത്തില്ല. റോങ് ഡയഗ്നോസിസ് വരുമ്പോൾ റോങ് ട്രീറ്റ്മെൻറ്റാണ്, തെറ്റായിട്ടുള്ള ചികിത്സയായിരിക്കും കിട്ടുന്നത്. ചികിത്സ തെറ്റായിട്ട് കിട്ടുമ്പോൾ തെറ്റായ മരുന്നുകളായിരിക്കും കഴിക്കേണ്ടി വരുന്നത്, അതായത് റോങ് പ്രിസ്ക്രിപ്ഷൻസ്. ഇത് സംഭവിക്കുന്നത് നിങ്ങളൊരു സർജനെ കാണാൻ പോകുമ്പോഴായിരിക്കും. ഒരു ശസ്ത്രക്രിയാ വിദഗ്ധനെ സഹായം ആവശ്യമുള്ള ചില പ്രത്യേക രോഗങ്ങൾ വരുമ്പോഴാണ് അതെന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റാതെ തെറ്റായ മരുന്നുകളും തെറ്റായിട്ടുള്ള ഡയഗ്നോസിസ് അഥവാ രോഗനിർണയമൊക്കെ ഉണ്ടാവുകയും തെറ്റായ ചികിത്സ സ്വീകരിക്കേണ്ടതായിട്ടുമൊക്കെ വരുന്നതെന്നർത്ഥം. അപ്പം ശ്രദ്ധിക്കണം എന്നർത്ഥം. നല്ല ഡോക്ടർമാരെ മാത്രം കാണുക. പിന്നെ നിങ്ങളുടെ മേലാളന്മാരെയൊക്കെ കാണുമ്പോൾ ഒന്നുകിൽ തിങ്കൾ അല്ലെങ്കിൽ ബുധൻ അവിടുന്ന് കാണണം. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ശമ്പളം കൂട്ടിക്കിട്ടണം, പ്രൊമോഷൻ വേണം എന്നൊക്കെ അഭ്യർത്ഥിക്കാൻ പോകുന്നത് ഒന്നുകിലൊരു തിങ്കളാഴ്ചയോ പിന്നെ ബുധനാഴ്ചയോ പോകുന്നതാണ് നല്ലത്. പിന്നെ ജനുവരി, ഫെബ്രുവരി, ഏപ്രിൽ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ജോലികൾക്ക് മാറ്റമുണ്ടാകാം. പിന്നെ ആദ്യത്തെ 3/2 ഭാഗം 2024 12 മാസമുണ്ട്, അതിൻ്റെ 3/2 എന്ന് പറയുമ്പോൾ അറിയാമല്ലോ എത്രയാണ്. ഒരു 8 മാസത്തോളം നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും എന്നർത്ഥം. അതെന്തിനാണ് യാത്ര ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് അസുഖം വരികയോ അവർ മരിച്ചു പോവുകയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് ഒരു ദിവസം രാവിലെ പറയുന്നു നാളെ ഡൽഹിയിലേക്ക് പോകൂ എന്ന് പറയുന്നു, സഡൻ പിന്നെ ഓപ്പർച്യൂണിറ്റി കമ്മിങ് ഔട്ട് ഓഫ് ദ ബ്ലൂ, പെട്ടെന്നാണ്. യു വിൽ ബി ടേക്കൺ ബൈ സർപ്രൈസ്. ദേ വിൽ ടേക്ക് യു ബൈ സർപ്രൈസ് by telling you that you need to go to a distant place on a particular day. Maybe you will be getting only 1 day or 2 days gap. അപ്പോൾ അങ്ങനെയാണ് പൊതുവെ ഈ 4-ൻ്റെത്. അതിനകത്ത് 22-ാം തീയതി എന്ന് പറയുന്ന ഡേറ്റ് ഉണ്ട്. 22-ാം തീയതി ജനിച്ചവർക്ക് ഒരു പ്രത്യേക ഫലമുണ്ട്. അതായത് അവർക്ക് കുറച്ചുകൂടി നന്നായിരിക്കും. അവർ കുറച്ചുകൂടിയിട്ട് അവരുടെ ജീവിതമാണെങ്കിലും ശരി, ജോലിയാണെങ്കിലും ശരി, സൗഹൃദ ബന്ധമാണെങ്കിലും ശരി, അത് കുറച്ചുകൂടെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ 2024 പറ്റും എന്നുള്ളതാണ്.
പിന്നെ അവർ സ്വപ്നം കാണുന്നതും അവരുടെ പ്ലാനും ഒക്കെ റിയാലിറ്റി അഥവാ യാഥാർത്ഥ്യമായിട്ട് മാറും എന്നാണ്. പിന്നെ അതേപോലെ തന്നെ അവർ വലിയ കാര്യങ്ങൾ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിനിപ്പോൾ ചവറ് മാറ്റുക, അല്ലെങ്കിൽ പിന്നെ വലിയ വലിയ വനങ്ങളോ അല്ലെങ്കിൽ ചെടികളോ നട്ടുപിടിപ്പിക്കുക. അതായത് ലോകത്തിൻ്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കാൻ പര്യാപ്തമായിട്ടുള്ള മനുഷ്യരാശിക്ക് വളരെയധികം ഗുണപ്രദമായിട്ടുള്ള വലിയ പ്രോജക്റ്റുകൾ അത് സ്കീം ചെയ്യാനും അല്ലെ വിഷ്വലൈസ് ചെയ്യാനും അത് പ്രാവർത്തികമാക്കാനുമുള്ള അസുലഭ സന്ദർഭങ്ങൾ 22-ാം തീയതി ജനിച്ചവർക്ക് 2024 കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സോ ഫാർ ആസ് പീപ്പിൾ ബോൺ ഓൺ ദ 22nd ആർ കൺസേൺഡ്, ദേ വിൽ ഗെറ്റ് എക്സലൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു ഹെൽപ്പ് ഹ്യൂമാനിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഞ്ച് 14 23 തീയതികളിൽ ജനിച്ചവർക്ക് 2024 എങ്ങനെ ഇരിക്കും എന്നാണ് നമുക്ക് നോക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ 3 നമ്പറുകാരെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു ശരാശരി വർഷമാണ് എന്ന് പറഞ്ഞാൽ വലിയ ഗുണമില്ല വലിയ ദോഷമില്ലെന്നർത്ഥം. പക്ഷേ എന്നാൽ പോലും അൺഫേവറബിൾ ഇൻസിഡൻസ് അഥവാ നമുക്കൊരു തൃപ്തികരമല്ലാത്ത ചില അല്ലെങ്കിൽ നമുക്ക് പ്രതികൂലമായ ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളും കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ളൊരു വർഷം തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ചെറിയ കാര്യങ്ങളിൽ പോലും നന്നായിട്ട് ശ്രദ്ധ വേണം. ആരോഗ്യമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും നമ്മുടെ റിലേഷൻഷിപ്പ് അഥവാ ബന്ധങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരു ശ്രദ്ധ, ഒരു പ്രത്യേക സവിശേഷ ശ്രദ്ധ നമുക്ക് ആവശ്യമായിട്ട് വരുന്നു എന്നർത്ഥം. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഈ ജോലി സ്ഥലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന കൂടെ സദാസമയവും ഉണ്ടാകുന്ന ആൾക്കാർ നമ്മളെക്കുറിച്ച് ചില അപവാദങ്ങളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കും. അപ്പോൾ ദേ മേ പ്രോബ്ലി വാട്ട് യു കോൾ ഒരു ഗോസിപ്പ് ചെയ്യും. ഗോസിപ്സ് അമംഗ് ദി കൊളീഗ്സ് ക്യാൻ ബ്രിങ് ഡിസ്റപ്ഷൻ ടു കരിയർ പ്രോസ്പെക്ട്സ് എന്ന് പറയും. അതായത് നമ്മുടെ ഈ പ്രൊമോഷനൊക്കെ ഉള്ള സാധ്യതകൾ നമ്മുടെ കൂടെയുള്ള ആളുകൾ ചിലപ്പോൾ നമ്മളെക്കുറിച്ച് അപവാദങ്ങളോ ഇല്ലാത്തതൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് അപരാധമൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് നമ്മുടെ സീനിയറായിട്ടുള്ള ഓഫീസർമാരോ സീനിയർ പൊളിറ്റീഷ്യൻസോ അല്ലെങ്കിൽ നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ്സോ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മളെക്കുറിച്ച് തെറ്റായ ധാരണകളിൽ എത്തുകയും ഇപ്പോൾ ഇവൻ്റെ പിന്നെ പ്രൊമോഷൻ ഇപ്പോൾ തൽക്കാലം വേണ്ട, അല്ലെങ്കിൽ അവനെ പിടിച്ച് ട്രാൻസ്ഫർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ദേ മേ ട്രൈ ടു വാട്ട് യു കോൾ പിന്നെ ഡു സം എന്താ ഒരു ജസ്റ്റിഫയബിൾ അല്ലാത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്യും. ദേ മേ പണിഷ് യു, ദേ മേ ട്രാൻസ്ഫർ യു ടു എ ഡിസ്റ്റൻറ്റ് പ്ലേസ് ആൻഡ് വാട്ട് എവർ ഈസ് ഡ്യൂ ടു യു, എസ്പെഷ്യലി പ്രൊമോഷൻസ് ആൻഡ് ഓൾ ദാറ്റ് ഓർ ഇൻക്രിമെൻറ്റ്സ് വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ദേ മേ ഹോൾഡ് ഇറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നർത്ഥം. പിന്നെ അപ്പോൾ ഒരു പെർഫെക്റ്റ്ലി പ്രൊഫഷണലായിട്ട് മാത്രം നിങ്ങളുടെ ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വളരെ ഓണസ്റ്റിയോട് കൂടിയിട്ട്, സത്യസന്ധതയോട് കൂടിയിട്ട്, ഇൻറ്റഗ്രിറ്റിയോട് കൂടിയിട്ട്, പേഷ്യൻസ് അഥവാ ക്ഷമയോട് കൂടിയിട്ട് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപവാദങ്ങളും കുപ്രചരണങ്ങളും നമുക്കെതിരെയുള്ളതൊക്കെ ഒഴിവാക്കാൻ പറ്റും. യു വിൽ ബി ഏബിൾ ടു എവേർട്ട് റൂമേഴ്സ് ബീയിങ് സ്പ്രെഡ് അഗൻസ്റ്റ് യു മേ ബി, ആൻഡ് ഇഫ് യു ഡു ഇറ്റ് ഇൻ എ വെരി വെരി ഓണസ്റ്റ് ഫാഷൻ പ്രോബ്ലി യു വിൽ ബി ഏബിൾ ടു മിനിമൈസ് ദി ഡേഞ്ചേഴ്സ് ഇൻഹറൻറ്റ് ഇൻ സച്ച് റൂമേഴ്സ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മാത്രം കൂടെയുള്ളവരെ അവരോട് പെരുമാറുക. കൂടുതൽ സൗഹൃദവും തോളി കൈയിടലൊന്നും വേണ്ട. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലാണ് അവർ നമ്മളെ മുതലാക്കുന്നത്, നമ്മളെക്കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കുകയും നമ്മളെ ശല്യപ്പെടുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. ഇഫ് യു ട്രൈ ടു ബി ഫ്രണ്ട്ലി വിത്ത് എവ്രിബഡി, എന്താണ് ആ ഫ്രണ്ട്ലിനെസ്സിൻ്റെ വാല്യൂ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അനാവശ്യമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്സും അടുപ്പവും നമുക്ക് പാടില്ല എന്ന്. വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ സൗഹൃദങ്ങളാവാം, അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇൻറ്റൻസിറ്റി എത്ര വേണം എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കണം എന്നർത്ഥം. ഇഫ് യു ട്രൈ ടു പ്ലീസ് എവ്രിബഡി യു പ്ലീസ് നോബഡി എന്ന് പറയും. അങ്ങനെ നമുക്ക് പറ്റില്ല. അപ്പോൾ ശ്രദ്ധിക്കണം. പക്ഷേ അതേപോലെ റിലാക്സ്ഡും ആകണം. അത്തരത്തിൽ നന്നായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ സ്കൈ എലോൺ വിൽ ബി ദ ലിമിറ്റ്. ആകാശത്തോളം ഉയർന്ന് പറക്കാം. നമ്മുടെ പിന്നെ കീർത്തി ധാവള്യം എല്ലായിടത്തും അങ്ങനെ പ്രസരിക്കും എന്നർത്ഥം. പിന്നെ
ഒരുപാട് യാത്ര ചെയ്യാനും ഒരുപാട് മാറ്റങ്ങൾക്ക് സാക്ഷിയാവാനും ഒക്കെ പറ്റുന്ന വർഷമാണ് 2024. ഈ 5-14-23 ഒരുപാട് യാത്രകൾ വരും. പിന്നെ പ്രൊമോഷൻസ് കിട്ടും. അതേപോലെ ചേഞ്ച് ഓഫ് പ്ലേസ്, ചേഞ്ച് ഓഫ് റെസിഡൻസ്, നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് മാറുക. അതേപോലെ വാടക വീട്ടിൽ നിന്ന് നമ്മൾ സ്വന്തമായിട്ടൊരു വീട് വാങ്ങി അങ്ങോട്ടേക്ക് മാറുക. ട്രാവൽസ് ടു എക്സോട്ടിക് പ്ലേസസ്, വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവസരം പറ്റുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഓവർ ഇൻ്റലിജൻസ് ഇൻ ആൽക്കഹോൾ എന്നാണ്. ആൽക്കഹോൾ, ഡ്രഗ്സ് ആൻഡ് സെക്സ്, മയക്കുമരുന്നുകളുടെ ഉപയോഗം, അമിതമായിട്ടുള്ള ഉപയോഗം, അതേപോലെ ആൽക്കഹോൾ അഥവാ ലഹരി വസ്തുക്കളുടെ, മദ്യത്തിൻ്റെയൊക്കെ ദുരുപയോഗം, ശരിക്കും ഉപയോഗമല്ല, അത് ദുരുപയോഗം. അതേപോലെ തന്നെ സെക്ഷുവൽ കോണ്ടാക്ട്സ്, കണ്ണി കണ്ടവരുമായിട്ടൊക്കെ സെക്ഷുവൽ കോണ്ടാക്ട്സ് ഉണ്ടാവുക, അനിയന്ത്രിതമായിട്ടുള്ള ഭോഗത്വര അല്ലെങ്കിൽ ഭോഗത്തിനുള്ള ഒരു ആകാംക്ഷ, ഭോഗവാഞ്ച, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. വല്ല സെക്ഷുവൽ പ്രോബ്ലംസ്, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഒക്കെ ഉണ്ടാക്കാം. അതേപോലെ ആൽക്കഹോളിക് സിംറ്റംസ് ഉണ്ടാക്കാം. ഒരുപാട് ഡെലീറിയം ട്രമൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൈ ഇങ്ങനെ വിറയ്ക്കുക, ഡിപ്സോമാനിയ എന്ന് പറയുന്ന അസുഖം ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊരു ഭാഗത്ത്. പക്ഷേ വേറൊരു ഭാഗത്ത് ചിലർക്ക് സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ അവർ പിന്നെ സ്പിരിച്വൽ കാര്യങ്ങളിൽ ഒരുപാട് താല്പര്യം ഉണ്ടാവും. അവർക്ക് സ്പിരിച്വൽ മാറ്റേഴ്സിൽ ഒരു ഇഷ്ടം പോലെ താല്പര്യം ഉണ്ടാവും. അത് ആത്മീയ കാര്യങ്ങളിൽ അപാരമായിട്ടുള്ള അറിവ് നേടാൻ അവർക്ക് പറ്റും. സൈക്കിക്കായിട്ടുള്ള സെൻസിബിലിറ്റി ഉണ്ടാവും. അതായത് അവർ ഇപ്പോൾ ചില ക്ലെയർവോയൻസ്, അതേപോലെ സി എന്ന് പറയില്ലേ, അല്ലെങ്കിൽ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷനൊക്കെ ഡെവലപ്പ് ചെയ്യും, ESP ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ മന്ത്രം അഭ്യസിക്കും, തന്ത്രം അഭ്യസിക്കും. ഒരുപാട് തരത്തിലുള്ള അത്തരം കാര്യങ്ങളിലേക്കും മനസ്സ് തിരിച്ചുവിടാനായിട്ടും അല്ലെങ്കിൽ അതിൽ താല്പര്യം ഉണ്ടാക്കാനും പറ്റും. അസുഖങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. ഡിസിനസ് ഉണ്ടാവുക, ക്ഷീണം, തലച്ചുറ്റ്, ബേസൽ പൊസിഷണൽ പെരോക്സിസിമൽ വെർട്ടിഗോ എന്ന് പറയും. ചെവിക്കുള്ളിലുള്ള തകരാറുകൊണ്ട് ആന്തരിക കർണം അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഇയറിനകത്തുള്ള ഈ നമ്മുടെ ബാലൻസിങ് മെക്കാനിസത്തിന് വരുന്ന തകരാറുകൊണ്ട് നമ്മുടെ ഈ എൻഡോലിംഫ് വറ്റിപ്പോവുകയോ അതിനകത്തുള്ള കാൽക്കേറിയസ് പാർട്ടിക്കിൾസിൽ ഇങ്ങനെ എപ്പോഴും ടച്ച് ചെയ്തുകൊണ്ടിരിക്കും, സീലിയേറ്റഡ് എപ്പിത്തീലിയം, അങ്ങനെയൊക്കെയുള്ള തകരാറുകളുണ്ട്. വെൻ ദ ബാലൻസിങ് മെക്കാനിസം ഡസ് നോട്ട് ഫങ്ഷൻ പ്രോബ്ലി യു വിൽ ഹാവ് വെർട്ടിഗോ എന്ന് പറയുന്ന കംപ്ലയിൻ്റ് ഉണ്ടാവും. അതേപോലെ നെർവസ് ഡിസോർഡേഴ്സ്, വയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കംഫർട്ട്, റുമാറ്റിസം അഥവാ വാതരോഗ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ജനുവരി, ഏപ്രിൽ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് അത് വരിക. പിന്നെ പുതിയ ഇൻ്റർവ്യൂവിനൊക്കെ പോകാൻ പറ്റും. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും പുതിയ സ്ഥലത്ത് ജോയിൻ ചെയ്യാനും പ്രൊമോഷന് ആവശ്യപ്പെടാനും അതേപോലെ ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള റിക്വസ്റ്റ് കൊടുക്കാനും ട്രാൻസ്ഫർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും നമ്മൾ ബുധനാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ ചെയ്യുന്നതാണ് നല്ലത്. ഒരുപാട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ്, വളരെ പ്രസക്തമായിട്ടുള്ള ജോലിക്കുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അത് പ്രത്യേകിച്ച് മാർച്ചിലും മെയ്യിലും സെപ്റ്റംബറിലും ഒക്ടോബറിലും ഡിസംബറിലും ഒക്കെ ആയിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത്. അതേപോലെ തന്നെ യാത്രകളും ഇഷ്ടം പോലെ വരും. ഏപ്രിൽ, മെയ്, അതേപോലെ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും അത്തരത്തിലുള്ള യാത്രകൾ വരുന്നത്. 1, 4, 6, 10, 13, 15, 19, 22, 24 തീയതികൾ നല്ല ദിവസങ്ങളായിരിക്കും. 2, 11, 20, 29 മോശപ്പെട്ട ദിവസങ്ങളായിരിക്കും. പിന്നെ അതേപോലെ മേടം, മിഥുനം, കന്നി, തുലാം മാസങ്ങളിൽ, അതേപോലെ 5, 6, 14, 15, 23, 24 തീയതികൾ ഇവയൊക്കെ തമ്മിൽ യോജിച്ച് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തികൾക്കിടയിൽ ഒരു അടുപ്പം ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഇത് രണ്ടും കൂടി വരുമ്പോൾ, ഒരുമിച്ച് വരുന്ന സന്ദർഭങ്ങൾ, ഞാൻ ഈ പറഞ്ഞ മാസങ്ങളും പറഞ്ഞ തീയതികളും കൂടി ഒരുമിച്ച് വരുന്ന ആരെയെങ്കിലും കണ്ടുമുട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും യു വിൽ ബി അട്രാക്റ്റഡ് ടുവേർഡ്സ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 5, 14, 23 തീയതികളിൽ ജനിച്ച ആൾക്കാർക്ക് ഈ 2024 സമ്മിശ്ര ഫലത്തെയാണ് തരുന്നത്. 6, 15, 24 തീയതികളിൽ ജനിച്ചവരുടെ കാര്യം നമുക്ക് നോക്കാം.
പിന്നെ ഒരു പ്രത്യേക കാര്യം പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ ഭർത്താവോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ നിങ്ങളുടെ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ ഒക്കെ നിങ്ങളെ സംശയിക്കുന്ന ഒരു വർഷമാണിത്. ദേ വിൽ വ്യൂ യു വിത്ത് സസ്പിഷൻ എന്നാണ്. യുവർ ക്ലോസ് പാർട്ട്നേഴ്സ്, യുവർ സ്പൗസസ് വിൽ സസ്പെക്റ്റ് യു എന്നാണ്. സ്റ്റാർട്ട് ലുക്കിംഗ് അറ്റ് യു വിത്ത് സസ്പിഷൻ എന്നാണ്. നിങ്ങളുടെ ചെയ്തികൾ, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ ചിന്ത, ഇതിനെക്കുറിച്ചൊക്കെ അവർക്ക് സംശയമുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ അവോയ്ഡ് കൺഫ്രണ്ടേഷൻ വിത്ത് ദ മെമ്പേഴ്സ് ഓഫ് യുവർ ഫാമിലി എന്ന് പറയും. നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായിട്ട് നിങ്ങൾ നേരിടാൻ അല്ലെങ്കിൽ അതുമായിട്ട് സംഘർഷത്തിന് പോകാതിരിക്കുക എന്നർത്ഥം. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, നിങ്ങളുടെ ബിസിനസ് പാർട്ട്നേഴ്സ് എന്നിവരുമായിട്ട് അനാവശ്യമായിട്ടുള്ള സംവാദത്തിനും തർക്കത്തിനുമൊന്നും പോകാതിരിക്കുക. കാരണം ഈ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ, നിഗൂഢമായ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചില കയ്യിരിപ്പുണ്ട്, നിങ്ങളുടെ ചില അടുപ്പം, ചില വ്യക്തികളുമായിട്ടുള്ള അടുപ്പം കൊണ്ട്, ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, തെറ്റിദ്ധാരണകൾ കൊണ്ട്, ഇതെല്ലാം അടിഞ്ഞുകൂടി പർവ്വത സമാനമാകുമെന്നർത്ഥം. നമ്മുടെ ഈ ഗുഹകൾക്കകത്ത് വലിയ തൂണുകൾ പോലെ കാൽക്കേറിയസ് പാർട്ടിക്കിൾസ് വളർന്ന് പൊങ്ങുന്ന കണ്ടിട്ടില്ലേ? കൊച്ചു കാൽക്കേറിയസ് പാർട്ടിക്കിൾസ് എല്ലാം കൂടെ അടിഞ്ഞുകൂടി, ആ കണികകളെല്ലാം കൂടെ അടിഞ്ഞുകൂടി കന്തരങ്ങൾക്കകത്ത് വലിയ തൂണ് പോലെ ഉണ്ടാകും. സ്റ്റലക്മൈറ്റ്സ് എന്നൊക്കെ പറയും. സ്റ്റലക്ടൈറ്റ്സും സ്റ്റലക്മൈറ്റ്സും. അതേപോലെ വർഷങ്ങളായിട്ട് അടിഞ്ഞുകൂടുന്ന സംശയങ്ങൾ, പിന്നെ അതേപോലെ തന്നെ വിഹ്വലതകൾ, ആകുലതകൾ എല്ലാം കൂടി അടിഞ്ഞുകൂടി വലിയ രീതിയിൽ ഇരിക്കുമ്പോഴായിരിക്കും നിങ്ങൾ 2024 നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവർത്തനം കൊണ്ട് ഇതൊക്കെ കൂടെ അങ്ങോട്ട് പൊട്ടിത്തെറിക്കുന്നതെന്നർത്ഥം. രണ്ടാമതൊരു കാര്യം അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ അടുത്ത് ദേ മേ മേക്ക് റിഡിക്കുലസ് ഡിമാൻഡ്സ് ഫോർ മണി എന്നാണ്. അണ്ണാ ഒരു 15 ലക്ഷം തരണം എന്നൊക്കെ പറഞ്ഞേക്കാം ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ കയ്യിൽ നിന്ന് അങ്ങനെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കട്ടപ്പോക, ഇവിടുത്തെ മലയാളത്തിൽ പറയുമ്പോൾ. അപ്പോൾ ഫ്രണ്ട്സ് മേ ആസ്ക് ഓർ മേക്ക് റിഡിക്കുലസ് ഡിമാൻഡ്സ് ഫോർ മണി, ബട്ട് ഇഫ് യു ഗിവ് ദ മണി ടു ദം യു വിൽ നെവർ ഗെറ്റ് ഇറ്റ് ബാക്ക് എന്നാണ്. തിരിച്ചു കിട്ടത്തില്ല. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏതുവരെ പോകാം? ഡിസൈഡ് ആസ് ടു വാട്ട് എക്സ്റ്റെൻറ്റ് യു ക്യാൻ ഈൽഡ് ടു ദെയർ ഡിമാൻഡ്സ്. അതാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഒരു കാര്യം പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൻ്റെ വേറൊരു ഭാഗമാണ്. അതായത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ പിറകിൽ അവരറിയാതെ എന്തെങ്കിലും കളികൾ കളിക്കാൻ ശ്രമിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഡു നോട്ട് ഫൂൾ അറൗണ്ട് ബിഹൈൻഡ് ദ ബാക്ക് ഓഫ് യുവർ പാർട്ട്ണർ, യു വിൽ ബി കോട്ട് ബൈ യുവർ ലവഡ് വൺ എന്ന് പറയും. അതായത് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു രഹസ്യബന്ധത്തിന് തുനിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ പങ്കാളി നിങ്ങളെ പിടികൂടും. റെഡ് ഹാൻഡഡായിട്ട് പിടികൂടും എന്നർത്ഥം. ഈ വർഷം 2024 ഇതൊന്നും അല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും ഈ 2024 പ്രതീക്ഷിക്കേണ്ടെന്നർത്ഥം. അൺഈവൻഫുള്ളാണ്. ഇറ്റ് ഈസ് റിലേറ്റീവ്ലി അൺഈവൻഫുൾ. താരതമ്യേന വലിയ സംഭവ ബഹുലമെന്നൊന്നും നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ലെന്നർത്ഥം. പക്ഷേ നിങ്ങളുടെ കടമകളും കർത്തവ്യങ്ങളുമൊക്കെ നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സുഹൃത്തുക്കളോടും നിങ്ങളുടെ ബന്ധുക്കളോടുമുള്ള നിങ്ങളുടെ കർത്തവ്യങ്ങളും കടമകളും ഒക്കെ വർദ്ധിക്കും ഒരുപാട്. പിന്നെ അസുഖങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കുറേ അസുഖങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ്. നിങ്ങളുടെ ഏറ്റവും നിങ്ങളുമായിട്ട് അടുക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുന്നത്, പിന്നെ നിങ്ങളുമായിട്ട് വളരെ അടുപ്പമുള്ള, വളരെ സ്വാധീന ശക്തിയുള്ള ഒരാൾ നിങ്ങൾക്ക് കുറേ നേട്ടങ്ങൾ കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ പ്രൊമോഷൻ ആണെങ്കിലും ട്രാൻസ്ഫർ ആണെങ്കിലും പുതിയ ജോലി കിട്ടുന്ന കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് പൈസ കൂടുതൽ കിട്ടുന്ന സന്ദർഭങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യത്തിലാണെങ്കിലും വളരെ ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള സ്വാധീന ശക്തിയുള്ള ഒരാൾ നിങ്ങൾക്ക് സഹായിയായി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊരു ആർട്ടിസ്റ്റാണ്, ഒരു കലാകാരനാണെങ്കിൽ ഒരുപാട് റെക്കഗ്നിഷൻ അഥവാ അംഗീകാരം അല്ലെങ്കിൽ നേട്ടം നിങ്ങൾക്ക് കിട്ടും. പുതിയ വീട്, അതേപോലെ പഴയ വീടാണെങ്കിൽ പുതുക്കുക, അതേപോലെ തന്നെ പിന്നെ ബിസിനസ്സിനകത്ത് വളരെ ആക്റ്റീവായിട്ട് പെരുമാറാൻ പറ്റുക, പ്രത്യേകിച്ച് സെപ്റ്റംബറിന് ശേഷം. പൊതുവെ
ഫുൾഫിൽമെൻറ്റ് അഥവാ സാറ്റിസ്ഫാക്ഷന് പറ്റുന്ന സമ്പൂർത്തിയുടെ ഒരു വർഷം തന്നെയാണ് ഇതെന്നർത്ഥം. പിന്നെ ഒരു കാര്യം വളരെ പ്രധാനമായിട്ട് ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ലോകം മുഴുവൻ അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ കണ്ടുപിടുത്തമോ ഒരു നേട്ടമോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ അഥവാ സംഭാവനയോ ശാസ്ത്ര കലാ സാങ്കേതിക രംഗങ്ങളിൽ അല്ലെങ്കിൽ എന്താ പറയുന്നത് അങ്ങനെയുള്ള രംഗങ്ങളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ലോകത്തിന് ആകമാനം അഭിമാനിക്കാൻ പറ്റുന്ന വലിയൊരു നേട്ടം, ഇപ്പോൾ ചന്ദ്രയാൻ എന്നൊക്കെ പറഞ്ഞതുപോലെ, ഇപ്പോൾ ചൊവ്വയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള വലിയ ഒരു കണ്ടുപിടുത്തം, ഏതെങ്കിലും ഒരു മഹാരോഗത്തിനുള്ളൊരു കണ്ടുപിടുത്തം, ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും വലിയ കോൺട്രിബ്യൂഷൻ ഒരു ശാസ്ത്രജ്ഞൻ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു സ്പേസ് സയൻറ്റിസ്റ്റ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിലോ ഒരു എൻവയൺമെൻറ്റലിസ്റ്റ് എന്നുള്ള രീതിയിലോ ഒക്കെ നിങ്ങൾക്ക് ഈ 6, 15, 24 തീയതികളിൽ ജനിക്കുന്നവർ, അത് ഇന്ത്യക്കാരനാണെങ്കിലും ലോകത്തിലെവിടെയുള്ളവരാണെങ്കിലും ഈ വർഷം നടത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആളുകൾ നിങ്ങളെ അംഗീകരിക്കുകയും നിങ്ങളെ പുകഴ്ത്തുകയും ഒക്കെ ചെയ്യും. പ്രത്യേകിച്ച് ഫെബ്രുവരി, ഓഗസ്റ്റ്, ഏപ്രിൽ, സെപ്റ്റംബർ, നവംബർ മാസങ്ങളിലാണ്. ആ ദിവസങ്ങളും പറഞ്ഞിട്ടുണ്ട്, വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ തിങ്കളാഴ്ചയോ ആയിരിക്കും എന്നർത്ഥം. പിന്നെ അതേപോലെ സ്നേഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എൻഗേജ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും കല്യാണത്തിൻ്റെ ആണെങ്കിലും കല്യാണം വിടുതൽ ചെയ്യുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും ഗർഭിണിയാകുന്ന കാര്യത്തിലാണെങ്കിലും കുട്ടി ഉണ്ടാകുന്ന കാര്യത്തിലാണെങ്കിലും കുട്ടി നശിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ മനഃപൂർവ്വം നശിപ്പിക്കുകയോ അല്ലെങ്കിൽ തന്നെത്താനെ നശിക്കുകയോ ചെയ്യുക, അബോർഷൻ പോലെ, ഗർഭഛിദ്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിലാണെങ്കിലോ ഒക്കെ തന്നെ പെട്ടെന്ന് നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നമുക്ക് ടാഞ്ചിബിളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ 2023-ൽ 24-ൽ ഈ 6, 15, 24 തീയതികളിൽ ജനിച്ചവർക്കുണ്ടാകും എന്നർത്ഥം. പിന്നെ ലങ്സ്, അതേപോലെ നമ്മുടെ മാറിടം, അതേപോലെ ഹൃദയം പിന്നെ ഒക്കെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും തടി വളരെ കൂടും, ബ്ലഡ് സർക്കുലേഷനിൽ ചില പ്രശ്നങ്ങളുണ്ടാകും, ഹാർട്ടിൻ്റെ പാൽപിറ്റേഷൻ അഥവാ ഭയങ്കര ശബ്ദത്തിൽ വേഗത്തിൽ ഇടിക്കും ഹൃദയം, ടാക്കിക്കാർഡിയ എന്ന് പറയും. അത് ഈ മാർച്ചിലോ ജൂലൈയിലോ സെപ്റ്റംബറിലോ ഡിസംബറിലോ ഒക്കെ ആയിരിക്കും അത് സംഭവിക്കാന്നർത്ഥം. അപ്പോൾ അത്തരത്തിൽ വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ ഒരുപാട് യാത്രകളും പറഞ്ഞിട്ടുണ്ടെന്നർത്ഥം. അത് ഇപ്പോൾ പണ്ട് പഠിച്ചവർ ഒരുമിച്ച് ചേരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൊച്ചുങ്ങളുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ കല്യാണം നടക്കുമ്പോഴോ അല്ലെങ്കിൽ പഠിച്ച് ഗ്രാജുവേഷൻ്റെ സമയത്ത് അതിനുവേണ്ടി പോകുന്നതോ ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടതോ വീട്ടിലാരെങ്കിലും അസുഖമായി കിടക്കുന്നതോ അല്ലെങ്കിൽ ഫ്യൂണറൽസ് അഥവാ പിന്നെ ശവസംസ്കാര ചടങ്ങുകൾക്കോ ഒക്കെ ആയിരിക്കും നിങ്ങൾ യാത്ര ചെയ്യുക 2024 ഏറ്റവും കൂടുതൽ. മാർച്ചിലോ ഏപ്രിലോ ഓഗസ്റ്റിലോ ഡിസംബറിലോ ആയിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ഏഴ്, 16, 25 തീയതികളിൽ ജനിച്ചവരുടെ കാര്യം നമുക്ക് ഒന്ന് നോക്കാം, പരിശോധിക്കാം. മറ്റു ചിലരുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ശരാശരി വർഷമാണ് അവർക്ക്. അങ്ങനെ വലിയ മെച്ചമോ അല്ല വലിയ ദോഷമോ അല്ല എന്നർത്ഥം. ആവറേജ് ഇയറാണ്. പിന്നെ കൊച്ചു അസുഖങ്ങൾ വരുന്നൊരു വർഷമാണ് 7, 16, 25കാർക്ക് ഈ വർഷം, ഈ 2024. വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ എടുത്തു പറയാം. അതായത് ആരുമായിട്ടും തർക്കത്തിനോ വാഗ്വാദത്തിനോ പോകാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സൗഹൃദം എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ആരോഗ്യം നന്നായിട്ട് നിങ്ങൾ നോക്കണം. അത് നിങ്ങൾ ഉപേക്ഷ വിചാരിക്കരുത്. ഡോണ്ട് ഡിസ്റിഗാർഡ് യുവർ ഹെൽത്ത്. ആൻഡ് ഇഫ് യു ഡിസ്റിഗാർഡ് യുവർ ഹെൽത്ത് ഇറ്റ് ക്യാൻ ബി ഓൺലി വിത്ത് സീരിയസ് കോൺസിക്വൻസസ് എന്നാണ്. അങ്ങനെ നിങ്ങളത് ഡിസ്റിഗാർഡ് ചെയ്താൽ, അവഗണിച്ചാൽ അതിൻ്റെ പരിണത ഫലം ഭയാനകമായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധിക്കണം എന്നർത്ഥം. പിന്നെ ഒരുപാട് പൈസ എടുത്ത് ഷെയറിലൊന്നും ഇറക്കരുത്. അതായത് ഷെയറിലൊക്കെ നമ്മൾ ഒരുപാട് പൈസ ഇറക്കുകയോ ഒരുപാട് കാശ് ഈ റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ ഇടുകയൊക്കെ ചെയ്താൽ പൈസ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞു പോകും. വല്ല ഇപ്പോൾ നമ്മളിങ്ങനെ സഹകരണ ബാങ്കുകളെക്കുറിച്ചൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ, പലയിടങ്ങളിലും ഈ കാശ് അടിച്ചു മാറ്റപ്പെടുകയോ അല്ലെങ്കിൽ ദുരുപയോഗപ്പെടുത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമാണ് നിങ്ങളുടെ പൈസ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതെന്നർത്ഥം, ഉപയോഗിക്കേണ്ടത്. നിങ്ങളുടെ ഭാഗ്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യത്തിന് ഒരു ടേണിംഗ് പോയിൻ്റാണ് 2024.
ബിസിനസ് എക്സ്പാൻഷനൊന്നും നിങ്ങൾ മുതിരാൻ പാടില്ല. ഉള്ള ബിസിനസ് വലിയ ശല്യം അല്ലെങ്കിൽ കോട്ടമില്ലാതെ നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളതിലുപരി അതിനെ വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് അതിലേക്ക് പമ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയോ കടം മേടിക്കുകയോ ഒന്നും ചെയ്യരുതെന്നർത്ഥം. അതിൽ പ്രത്യേകം പറയുന്നുണ്ട് അവോയ്ഡ് റിസ്ക്സ് ആൻഡ് ഇമ്പൾസീവ് ആക്ഷൻ എന്നാണ്. പെട്ടെന്ന് എടുത്തിയാടി ഓരോ കാര്യങ്ങളിൽ ഇടപെടുകയോ അല്ലെങ്കിൽ അപകടം ഒളിച്ചിരിക്കുന്ന ഉദ്യമങ്ങളിൽ പങ്കെടുക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നർത്ഥം. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ 2024 എന്ന് പറഞ്ഞ വർഷം സാമ്പത്തിക നഷ്ടമൊന്നുമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. പക്ഷെ വേറൊരു പ്രത്യേകത ഈ വർഷത്തിൻ്റെ നിങ്ങൾ പണ്ടുകാലത്ത് അനുഭവിച്ചു കൊണ്ടിരുന്ന കുറേ കഷ്ടതകൾ തിരിച്ചു വരും എന്നാണ്. കുറച്ചു കാലം ഈ കഷ്ടതകൾ നിങ്ങൾ കാണാറില്ലായിരുന്നു. പക്ഷേ ആഫ്റ്റർ സം ടൈം, ആഫ്റ്റർ ഒരു എന്താ പറയുന്നത്, ആഫ്റ്റർ എ ഗ്യാപ്പ് ഓഫ് അബൌട്ട് മേ ബി 5 to 10 years or so, you will find to your utter dismay and astonishment that some of the sufferings, some of the problems which we are facing maybe 5 to 10 years ago, they have come back. അത് ശ്രദ്ധിക്കണം. അൺയൂഷ്വലായിട്ടുള്ള ചില സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും നിങ്ങളെ എപ്പോഴും അത് ഉള്ളിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും എന്നാണ്. നമ്മൾ തന്നെത്താൻ ഒരു മനനം എന്നൊക്കെ പറയില്ലേ, നമ്മുടെ എന്ത് തെറ്റുപറ്റി, എന്താ പ്രശ്നം ഉണ്ടായതെന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ പര്യാപ്തമായിട്ടുള്ള ചില സംഭവങ്ങൾ തിരിച്ചു വരും എന്നർത്ഥം. ജീവിതത്തിൻ്റെ അടിസ്ഥാനം നിങ്ങൾ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുക. ഒറ്റയ്ക്കാണ് നിങ്ങളെന്ന് എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഡിപ്രഷൻ ഉണ്ടാവും. ഡിപ്രഷനെ നിങ്ങൾ ഫൈറ്റ് ചെയ്യണമെന്നർത്ഥം. പിന്നെ വലിയ കാര്യങ്ങൾ നിങ്ങൾ ഈ വർഷം ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് ഇക്കോളജിക്കൽ കൺസർവേഷനെ പോലെയുള്ള അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ നിയന്ത്രണം, പരിസ്ഥിതി സംരക്ഷണം, നേച്ചർ പ്രിസർവേഷൻ, നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സംരക്ഷിക്കാനുള്ള വലിയ വലിയ പ്രവർത്തനങ്ങൾ, വൈൽഡ് ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതേപോലെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ ഈ ഉപഭോഗ വസ്തുക്കൾ അല്ലെങ്കിൽ എന്താ പറയുന്ന ഉപഭോക്തൃ നിയമം, അതിനനുസരിച്ചിട്ടുള്ള ചില പ്രൊട്ടക്റ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും എന്നർത്ഥം. പിന്നെ അതേപോലെ തന്നെ ചില കോൺട്രവേഴ്സികൾ, ചില പ്രത്യേക വലിയ വാദപ്രതിവാദങ്ങളിലോ തർക്ക വിഷയങ്ങളിലോ ഒക്കെ നിങ്ങൾ ചെന്ന് പെട്ടേക്കാനും ഇടയുണ്ട്. അതേപോലെ ഒരുപാട് യാത്ര വരും. അതേപോലെ നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷനായിട്ട് പറയുന്നത് വലിയ വലിയ ടണലുകൾ അല്ലെങ്കിൽ തുരങ്കങ്ങൾ നിർമ്മിക്കും. നമ്മളിപ്പോൾ ഹമാസ് തുരങ്കം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ പൈസയും അതേപോലെ കരിയറുമായിരിക്കും 2024 പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത്. കടങ്ങളൊക്കെ തന്നെ വീട്ടും. പിന്നെ അതേപോലെ തന്നെ വിവാഹ ബന്ധങ്ങൾ ചിലത് തകരാറിലാകും, ചിലത് വീണ്ടും യോജിക്കും. പ്രഗ്നൻസി അഥവാ വർഷങ്ങളായിട്ട് കുട്ടികൾ ഉണ്ടാകാതിരുന്ന ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടാകുന്നൊരു വർഷമാണിത്. പണ്ട് നമ്മളെ കണ്ട് പിന്നെ അവരെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ല, അങ്ങനെയുള്ള ചില വ്യക്തികൾ തിരിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് പുനഃപ്രവേശം നടത്തും. പഴയ ചില ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കും. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത് മകരം, കർക്കിടകൻ രാശികളിൽ ജനിച്ചവർക്ക് കൂടുതൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. അതേപോലെ 2, 7, 4 തീയതികളിൽ, പ്രത്യേകിച്ച് ജനുവരി, ഏപ്രിൽ, ഓഗസ്റ്റ്, ഒക്ടോബർ മാസങ്ങളിൽ ജനിച്ചവർക്കാണ് ഇത്തരത്തിലുള്ള ലവ് ഓർ റൊമാൻസ് അതിന് ഒരു സാധ്യത കൂടുതലെന്നർത്ഥം. കുറേക്കാലം കാണാതിരുന്നിട്ട് വീണ്ടും കാണുമ്പോൾ പൂർവാധികം ശക്തിയോടുകൂടി ഈ പ്രണയബന്ധങ്ങൾ ഉദ്ദീപ്തമാകും എന്നുള്ളതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. പിന്നെ ഹെൽത്തുമായിട്ട് അല്ലെങ്കിൽ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രയാസമുണ്ടാക്കുന്ന മാസങ്ങളുണ്ട്. ഫെബ്രുവരി, ജൂൺ, ഓഗസ്റ്റ്, നവംബർ മാസങ്ങൾ. അത് ഹൃദയം, അതേപോലെ സ്കിന്ന്, ശരീരത്തിലെ സന്ധികൾ, ബ്ലഡ് വെസൽസ്, നമ്മുടെ ജനറേറ്റീവ് ഓർഗൻസ്, അതായത് നമ്മുടെ യൂട്രസ്, ഓവറി, അതേപോലെ തന്നെ നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബ്സ്, അതേപോലെ വാസ് ഡെഫറൻസ്, പിന്നെ ടെസ്റ്റിക്കിൾസ്, അങ്ങനെയൊക്കെയുള്ള ലൈംഗിക അവയവങ്ങൾക്കൊക്കെ പ്രശ്നമുണ്ടാകാം. പിന്നെ നമ്മുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ അതേപോലെ തന്നെ വെള്ളിയാഴ്ചയോ ഒക്കെ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും ജോലിക്ക് അപ്ലൈ ചെയ്യാനും ഒക്കെ പറ്റിയ സമയങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ജനുവരി, മാർച്ച്, ജൂലൈ, ഓഗസ്റ്റ്, ഒക്ടോബർ, ഡിസംബർ മാസങ്ങൾ വളരെ അതിന് വേണ്ടപ്പെട്ടതാണെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകും. യു വിൽ ബി ട്രാവലിംഗ് ടു എക്സോട്ടിക് ഓർ ഇറോട്ടിക് പ്ലേസസ് എന്നാണ്. ഇപ്പോൾ മെക്കാവോ,
അല്ലെങ്കിൽ ബഹാമാസ്, അതേപോലെ തന്നെ ജാപ്പനീസ് ഐലൻഡ്സ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഐലൻഡ്സിലൊക്കെ പോവുക. അതേപോലെ തന്നെ ഈ പ്ലഷർ ട്രിപ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തൈവാന് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവുക, ഈ പ്ലഷർ കാനോകളോ അല്ലെങ്കിൽ അതേപോലെ തന്നെ സ്കൂണറോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ക്രൂസിങ് അങ്ങനെയുള്ളതിനൊക്കെ പോവുകയൊക്കെ ചെയ്യും. അത് ഫെബ്രുവരി, ഏപ്രിൽ, ജൂൺ, നവംബർ മാസങ്ങളിലായിരിക്കും. പിന്നെ അതേപോലെ വലിയ വില കൂടിയ വാഹനങ്ങൾ മേടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പുതിയ വീടുമൊക്കെ മേടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ കൊള്ളാവുന്നൊരു മാസം തന്നെയാണ് 7, 6, 25 തീയതികളിൽ ജനിച്ച ആൾക്കാർക്ക് ഈ 2024 എന്ന് പറയുന്നത്. എട്ട്, 17, 26 തീയതികളിൽ ജനിച്ചവർക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2, 3 നമ്പറുകൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞു സമ്മിശ്ര ഫലം എന്ന്. അതായത് വലിയ ഗുണമില്ല വലിയ ദോഷമില്ലെന്നർത്ഥം. കല്യാണം ദീർഘകാലമായി കഴിക്കാതിരിക്കുന്നവർ ഈ 2024 അവർ കല്യാണം കഴിക്കും, പ്രണയമുണ്ടാകും. പക്ഷേ ഈ പ്രണയത്തിനും കല്യാണത്തിനും കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനോ അതിൻ്റെ ഒരു പെർഫെക്ഷനോ ഒന്നും ഇവരുടെ കരിയറുകളിൽ കാണുന്നില്ല. കരിയർ ചില ബ്ലോക്കുകൾ ഉണ്ടാവും, ചില കോണുകളിൽ നിന്ന് ഒബ്സ്റ്റക്കിൾസ് അഥവാ ഇംപെഡിമെൻറ്റ്സ് അഥവാ തടസ്സങ്ങളുണ്ടാവും. അത് പറയുന്നത് കൊളീഗ്സ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ, ദേ വിൽ ബി സ്റ്റിറിങ് തിങ്സ് അപ്പ് ബിഹൈൻഡ് യുവർ ബാക്ക് എന്നാണ്. നിങ്ങളുടെ പുറകിൽ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, നമ്മളറിയത്തില്ല. ബാക്ക് സ്റ്റാബേഴ്സ് എന്നൊക്കെ പറയില്ലേ, നമ്മളെ നോക്കി ചിരിച്ച് ഇളിച്ച് സന്തോഷത്തോടെ ഇരിക്കും, പക്ഷേ പുറകിൽ വലിയ കുഴി കുത്തിയിട്ടാണ് ഇവരിയ്ക്കുന്നത്, പുറകിലേക്ക് നിങ്ങൾ വീഴാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു വർഷം കൂടിയാണ്. ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം ഇവർക്ക് അധികാരത്തിലിരിക്കുന്ന വ്യക്തികളുമായിട്ട് നല്ല ബന്ധമുണ്ടാകും. They will have excellent rapport with the politicians or people in power. ഇവരെ വസ്തുക്കളൊക്കെ വാങ്ങും. അതേപോലെ വർഷങ്ങളായിട്ട് പൂർത്തിയാകാതെ കിടക്കുന്ന ചില കേസുകളൊക്കെ ഇവർ വിജയിക്കും. ചില പ്രോജക്റ്റുകൾ ഇവർ പൂർത്തിയാക്കും. പൂർത്തിയാക്കാൻ പറ്റാതെ വർഷങ്ങളായിട്ട് കിടക്കുന്ന പ്രോജക്റ്റുകൾ ഇവർ മതിയാക്കും. അങ്ങനെയൊക്കെ സംഭവം ഉണ്ടാവും. കാരണം ഇങ്ങനെയുള്ളവരുടെ ഭാവി ജീവിതം കരുപിടിപ്പിക്കുന്നതിൽ അവരൊരു പരിധിവരെ നന്നായി വിജയിക്കുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. പക്ഷേ ഭാവിയിൽ അതൊക്കെ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻ ഡസ് നോട്ട് അലൗ ദം ടു എക്സ്പാൻഡ് ബിയോണ്ട് എ പർട്ടിക്കുലർ ലിമിറ്റ്. അതൊന്ന് ശ്രദ്ധിച്ച് മാത്രമേ എക്സ്പാൻഡ് ചെയ്യാവൂ ബിസിനസ്സൊക്കെ. അതേപോലെ സാധനങ്ങൾ വിറ്റ് അല്ലെങ്കിൽ സാധനങ്ങൾ കൈമാറി നല്ല ലാഭം ഇവരുണ്ടാക്കും എന്നർത്ഥം. വലിയ ബിസിനസ് മെർജേഴ്സ് ലോകം മുഴുവനും, അതെ, കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, ചില കമ്പനികളെല്ലാം കൂടി ഒരുമിച്ച് ആക്കും. ഒരു കമ്പനിയിൽ വേറൊരു കമ്പനി ലയിപ്പിക്കും. ആൻഡ് ദർ വിൽ ബി ഗ്രേറ്റ് അല്ലെങ്കിൽ വളരെ ബ്രിസ്കായിട്ടുള്ള കമേഴ്ഷ്യൽ ആക്ടിവിറ്റി യു ക്യാൻ സീ അറൗണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നമുക്കൊരു കടം ഉണ്ടായിരുന്നു, ആ കടത്തെക്കുറിച്ച് നമ്മൾ മറന്നിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കൊരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു, വലിയൊരു ഉത്തരവാദിത്തം, അത് നമ്മൾ മറന്നുപോയി, വിസ്മരിച്ചു പോയി. ആ ഉത്തരവാദിത്തമോ കടമോ ഒക്കെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. സോ യു വിൽ ബിഗിൻ ടു ഫീൽ ദാറ്റ് ദ ഓൾഡ് റെസ്പോൺസിബിലിറ്റി ഓർ ദി ഡെറ്റ് വിച്ച് യു ഹാവ് ലോങ് ഫോർഗട്ടൺ, ഇറ്റ് ഹാസ് കം ബാക്ക് ടു യു. കല്യാണങ്ങൾക്ക് വിടുതൽ അല്ലെങ്കിൽ കല്യാണങ്ങൾ പൊട്ടിപ്പോകുന്ന അല്ലെങ്കിൽ ഡൈവോഴ്സുകൾ കൂടുതലുണ്ടാകുന്ന ഒരു വർഷമാണ് 2024. അതേപോലെ വർഷങ്ങളായിട്ട് ഗർഭിണിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ പ്രസവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അച്ഛനമ്മമാർക്ക് ഒരു ഒരു പ്രോമിസ് അഥവാ ഒരു ആശ, അവരുടെ വർഷങ്ങളായിട്ടുള്ള മോഹം സഫലമാകുന്ന ഒരു വർഷമാണ് 2024. പിന്നെ പണ്ട് വലിയ ഭയങ്കര കാശുള്ള അല്ലെങ്കിൽ സമ്പത്തുള്ള വലിയ പ്രബലരായിട്ടുള്ള ആൾക്കാർ പരിചയമുണ്ടായിരുന്നു. അവരെ നമുക്ക് ആ പരിചയം ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോയി. പ്രബലനും ധനസമ്പന്നനുമായ ഒരാൾ, അങ്ങനെയുള്ള പരിചയക്കാർ വീണ്ടും വന്ന് പരിചയപ്പെടും എന്നാണ്. അത് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ, മെയ്, ജൂൺ, അതേപോലെ ഒക്ടോബർ മാസങ്ങളിലായിരിക്കും അത്തരം ആൾക്കാരെ, പണ്ടത്തെ ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള വെൽത്തി ആയിട്ടുള്ള പഴയ പരിചയക്കാർ വീണ്ടും കണ്ടുമുട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അതേപോലെ പണ്ട് നാട് വിട്ടു പോയ ഒരു ബന്ധുവിനെ തിരിച്ച് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് ഈ വർഷം. സ്കൂളിൽ പഠിച്ച ചില സുഹൃത്തുക്കൾ, 2-3 സുഹൃത്തുക്കളെ തിരിച്ച് കണ്ടെത്തും. മകരം, തുലാം, കന്നി രാശികളിൽ ഒന്നുകിൽ 3, 6, 8 ഇതിലേതെങ്കിലും തീയതികളിൽ ജനിച്ചവരുമായിട്ട് നമ്മൾ അടുക്കും എന്നാണ്. മാർച്ച്, ജൂലൈ, സെപ്റ്റംബർ, ഡിസംബർ മാസങ്ങളിലായിരിക്കും അടുക്കുക. പിന്നെ വരാൻ പോകുന്ന അസുഖങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. തലവേദന, മലബന്ധം, ലിവറിന് അസുഖം, അതേപോലെ തന്നെ എക്സ്ക്രീറ്ററി ഓർഗൻസ്, നമ്മുടെ കിഡ്നിയും അതേപോലെയുള്ള യൂറിനറി ബ്ലാഡർ, യൂറീറ്റേഴ്സ്, അങ്ങനെയുള്ള അസുഖങ്ങൾ, അതിനൊക്കെ അസുഖം വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ കൈമുട്ട്, കാൽമുട്ട്, പല്ലുകൾ, എല്ലുകൾ, പിന്നെ അതേപോലെ ഡീപ്പായിട്ടുള്ള ഡെസ്പോണ്ടൻസി, വിഷാദ രോഗങ്ങൾ, മെലങ്കോളിയ എന്നൊക്കെ പറയില്ല, അതൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതൊക്കെ വച്ച് നമ്മൾ ഡോക്ടറെ കാണാൻ പോയാൽ തെറ്റായിട്ട് അയാൾ നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നല്ല മിടുമിടുക്കനായൊരു ഡോക്ടറെ വേണം കാണിക്കാൻ. കാരണം സർജിക്കൽ പ്രൊസീജിയറാണെങ്കിലും ഡയഗ്നോസ്റ്റിക് പ്രക്രിയയാണെങ്കിലും ഡ്രഗ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചേക്കാൻ ഇടയുള്ളത് കൊണ്ട് വളരെ പ്രഗത്ഭരായിട്ടുള്ള നല്ല പരിണതപ്രജ്ഞരായിട്ടുള്ള ഭിഷഗ്വരന്മാർ അഥവാ ഡോക്ടർമാരെ മാത്രമേ കാണാവൂ എന്നർത്ഥം. അത് ജനുവരി, മെയ്, ജൂലൈ മാസങ്ങൾ, ഒക്ടോബർ മാസങ്ങളിലാണ് അത്തരത്തിലുള്ള അസുഖങ്ങൾ പിടിക്കുന്നത് എന്നർത്ഥം. പിന്നെ അതേപോലെ തന്നെ നല്ല പേരും പെരുമയും കിട്ടുന്നൊരു വർഷമാണ്. വലിയ പേരും പെരുമയും, പ്രത്യേകിച്ച് ശനിയാഴ്ചകളിലോ പിന്നെ വ്യാഴാഴ്ചകളിലോ വെള്ളിയാഴ്ചകളിലോ ആയിരിക്കും ഈ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ റെക്കഗ്നിഷൻ നമുക്ക് കിട്ടുക. അതേപോലെ തന്നെ ജോലി കിട്ടാനും വലിയ സാധ്യത ഈ വർഷം ഉണ്ടെന്നാണ് പറയുന്നത്. ഫെബ്രുവരി, ജൂൺ, ജൂലൈ, സെപ്റ്റംബർ, നവംബർ മാസങ്ങളിൽ ഒരുപാട് യാത്ര ചെയ്യും, ഇഷ്ടം പോലെ യാത്ര ചെയ്യും. അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ 2-3 കേസുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ പ്രോപ്പർട്ടി വാങ്ങാനായിട്ട്, നമ്മളെ ഡോക്യുമെൻറ്റ്സ് ഒപ്പിടാനായിട്ടോ, അല്ലെങ്കിൽ ശവസംസ്കാര കാര്യങ്ങളിൽ പങ്കെടുക്കാനോ, അല്ലെങ്കിൽ അവാർഡുകൾ മേടിക്കാനോ, അതേപോലെ തന്നെ വലിയ വലിയ ഫലകങ്ങൾ ഏറ്റുവാങ്ങാനോ, സർട്ടിഫിക്കറ്റ് കിട്ടാനോ ഒക്കെ ആയിരിക്കും പോകുന്നത്. ജനുവരി, ഫെബ്രുവരി, ജൂൺ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലായിരിക്കും അത്തരത്തിലുള്ള യാത്രകൾ. പിന്നെ നല്ല ദിവസങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. 4, 5, 6, 13, 14, 15, 22, 23, 24 നല്ല ദിവസങ്ങളാണെന്നും 1, 2, 9, 10, 11, 18, 19, 20, 27 മോശ ദിവസങ്ങളാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ 8, 17, 26 തീയതികളിൽ ജനിച്ചവരുടെ ഫലമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതും വളരെ മോശമല്ല, നല്ലതായിട്ടുള്ള ഫലങ്ങളുമുണ്ട്, സമ്മിശ്ര ഫലമാണെന്നർത്ഥം. ഒമ്പത്, 18, 27 ദിവസങ്ങളിൽ ജനിച്ചവരുടെ ഫലമാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. അതും ശരാശരി വർഷമാണത്. വലിയ ഭയങ്കര ഒരു എന്താ പറയുക, സന്തോഷത്തിനോ സന്താപത്തിനോ വകുപ്പില്ലാത്തതാണ്. നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത വളരെ അസാധാരണമായിട്ടുള്ള ചില സംഭവങ്ങളാണ് ഈ 9, 18, 27 ദിവസങ്ങളിൽ ജനിച്ചവർക്കുണ്ടാകുന്നത്. തടസ്സങ്ങൾ ധാരാളമായിട്ടുണ്ടാകുന്നൊരു വർഷമാണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മളെ പ്രേരിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, പിന്തുണയ്ക്കുന്ന പലരും പെട്ടെന്ന് കാണാതാകും. മരിച്ചു പോകും എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്, അവർ ചിലപ്പോൾ പിന്മാറും എന്നർത്ഥം. രാഷ്ട്രീയത്തിലാണത് കൂടുതൽ കേട്ടോ. രാഷ്ട്രീയ പ്രവർത്തകർക്ക് 2024 കൂടെ നിൽക്കുന്ന ആളെ തിരിഞ്ഞു നോക്കിയാൽ കാണത്തില്ലെന്നർത്ഥം. അതേത് പാർട്ടിയാണെങ്കിലും ശരി, അതേവരെ കൊടി പിടിക്കുകയും ജയ് വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ പുറകെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ്, കുറച്ച് നേരം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ ആരെയും കാണത്തില്ല എന്നർത്ഥം. പിന്നെ അതേപോലെ തന്നെ വലിയ ദൂരയാത്രകൾ ഒഴിവാക്കണം എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ആക്സിഡൻസിൻ്റെ സാധ്യത കൂടുതലാണ്. ദൂരയാത്രകൾ ഒഴിവാക്കുന്ന മാത്രമല്ല, കുടുംബത്തിനോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ വലിയ വാദപ്രതിവാദങ്ങളും തർക്കങ്ങളുമൊക്കെ തന്നെ ഒഴിവാക്കുകയും ഡിസാർമണി മീൻസ് അതായത് നമുക്കൊരു ശാന്തത, ഒരു എന്താ പറയുന്നത്, ഒരു ഒരുമിപ്പ്, യോജിപ്പ്, അതൊക്കെ നമുക്ക് പിന്നെ ശ്രദ്ധിക്കണം, അത് ഉറപ്പാക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ സ്പെക്യുലേറ്റീവായിട്ടുള്ള റൂമേഴ്സ് ഉണ്ട്.
അത് നമ്മളെപ്പോഴും ഒഴിവാക്കുക. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ അതേപടി ഒപ്പിയെടുക്കാനോ വിശ്വസിക്കാനോ ഒന്നും ശ്രമിക്കണ്ട. ആളുകൾ ചില കിംവദന്തികളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കും, പടച്ചുവിടും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ പാടില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അതിൻ്റെ പുറത്തുള്ള ക്വാറൽസ് അഥവാ വാദപ്രതിവാദങ്ങളും അതേപോലെ തന്നെ വഴക്കുകളുമൊക്കെ തന്നെ നമ്മൾ അതിൽ നിന്ന് വളരെയധികം അകന്ന് നിൽക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ധാരാളം പ്രണയബന്ധങ്ങളും പ്രണയാനുഭവങ്ങളും ഉണ്ടാകും. പിന്നെ ചില നാടകീയമായ മുഹൂർത്തങ്ങളും ജീവിതത്തിൽ സംഭവിച്ചേക്കാം. കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട്, ടോളറൻ്റ് ആയിട്ട്, അതായത് കുറച്ചുകൂടെ സൗഹൃദ മനോഭാവത്തോടു കൂടിയിട്ട്, സഹനശക്തിയോട് കൂടിയിട്ട് കാര്യങ്ങളെ നമ്മൾ നേരിട്ടാൽ കുറച്ചുകൂടെ ബെറ്ററായിട്ടുള്ള മെച്ചപ്പെട്ട ഫലങ്ങളുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ പൂർത്തിയാക്കാൻ പറ്റും. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ചില കാര്യങ്ങൾ, അന്തവും കുന്തവും ഇല്ലാതിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഈ 2024 നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റും. പ്രത്യേകിച്ച് വീട് പണി, അതേപോലെ ചില സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുക, ചില കാര്യങ്ങൾ വിറ്റ് കയ്യിൽ നിന്ന് കളയാൻ സ്ഥലങ്ങളെപ്പോലുള്ള അതൊക്കെ നടക്കും. ഇപ്പോൾ സെപ്റ്റംബർ പകുതി മുതൽ പുതിയ നല്ല ജീവിതാനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് 2024. ഒരുപാട് ദൂരയാത്രകളുണ്ടാവും. പ്രത്യേകിച്ച് മേടം, വൃശ്ചികം, ധനു, മീനം, ഇടവം രാശികളിൽ 9-ാം തീയതി, 18-ാം തീയതി, 27-ാം തീയതി ഒക്കെ തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ വളരെയധികം നല്ല പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെക്കും. പ്രത്യേകിച്ച് ഈ NGOകളുണ്ടല്ലോ, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസിൻ്റെ ആഭിമുഖ്യത്തിൽ നല്ല തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ളതൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നർത്ഥം. ഈ രക്തദാനം, NGOകളിൽ പ്രവർത്തിക്കുക, ഭക്ഷണ പൊതി വിതരണം നടത്തുക, മെഡിക്കൽ ക്യാമ്പ് നടത്തുക, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക, അതേപോലെ പെൺകുട്ടികളെ അനാശാസ്യ നടപടികൾക്ക് പ്രേരിപ്പിക്കുന്ന ആളുകളെ കണ്ടെത്തി അവരെ പോലീസിൽ ഏൽപ്പിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറ്റും. അതിൽ എൻവയൺമെൻറ്റ് പ്രിസർവേഷൻ, നമ്മുടെ ഈ പരിസ്ഥിതി സംരക്ഷണം, സമതുലിതാവസ്ഥ സംരക്ഷിക്കൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നത് വ്യത്യസ്ത ജാതി, മതം, സമുദായം, ഗോത്രം എന്നിവയിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ ജീവിതത്തിൽ അനിഷേധ്യ സ്ഥാനം വഹിക്കും എന്നാണ്. അവരുമായിട്ട് നമുക്ക് സൗഹൃദം ഉണ്ടാകും, അവരുമായിട്ട് വിവാഹബന്ധം ഉണ്ടാവും, അവരുമായിട്ട് ശാരീരിക, മാനസിക, വൈകാരിക ബന്ധം ഉണ്ടാവും. പിന്നെ ഈ മേടം, ചിങ്ങം, വൃശ്ചികം, ധനുരാശികളിൽ പ്രത്യേകിച്ചും 1, 3, 9, 10, 12, 18 തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ അവർ നമ്മളെ സ്വാധീനിക്കും. നമ്മളെന്ന് പറഞ്ഞാൽ 9, 18, 27 തീയതികളിൽ ജനിച്ചവരെ സ്വാധീനിക്കുന്നർത്ഥം. പിന്നെ ഇതിൽ വളരെ അതിപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിന് മാത്രമേ ആ വാണിംഗ് തന്നിട്ടുള്ളൂ. അതായത് കത്രിക, കത്തികൾ, മൂർച്ചയുള്ള ഉപകരണങ്ങൾ, ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. തോക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. തീയ്, അതേപോലെ തന്നെ പിന്നെ കിടന്നുകൊണ്ട് പുകവലിക്കുക, ഇൻഫ്ലമേഷൻസ്, ഇൻസെൻഡിയറീസ് എന്ന് പറഞ്ഞാൽ തീപിടിക്കുന്ന, പൊട്ടിത്തെറിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം ഈ നമ്പറിൽപ്പെട്ടവർ. കാരണം ആക്സിഡൻറ്റ് പ്രോണാണെന്നാണ് പറയുന്നത്. 2024 പ്രത്യേകിച്ചും വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മാത്രം ഇത്തരം സാഹചര്യങ്ങളിൽ പെരുമാറുകയും അത്തരം ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുകയും വേണം. അതേപോലെ ഇവർക്ക് ചില പ്രത്യേക പനികൾ, പകർച്ചപ്പനികൾ വരാൻ സാധ്യതയുണ്ട്. ഇവർക്ക് 1, 2, 3, 10, 11, 12, 19, 20, 21, 28, 29 തീയതികളിലാണ് നല്ല കാര്യങ്ങൾ സംഭവിക്കുക. 4, 5, 13, 14, 22, 23 തീയതികൾ പ്രയാസമായിരിക്കും. പിന്നെ ഇവർക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു, ചൊവ്വാഴ്ചകളിലാണ് അപകട സാധ്യത ഏറ്റവും കൂടുതൽ എന്ന്. അപ്പോൾ നമ്മൾ 1 മുതൽ 31 വരെ തീയതികളിൽ ജനിച്ച, വിവിധ മാസങ്ങളിൽ ജനിച്ച ആൾക്കാരുടെ 2024 വ്യത്യസ്ത അനുഭവങ്ങൾ ഇന്നതായിരിക്കും എന്നുള്ളത് വിശകലനം ചെയ്ത് വിശദമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അതൊരു നടന്നു കാണും, അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ചില പ്രത്യേക പ്രിക്കോഷൻസ് അഥവാ മുന്നറിയിപ്പുകളും ചില പ്രത്യേക തരത്തിലുള്ള പിന്നെ അത് അവോയ്ഡ് ചെയ്യാൻ, അത് വരാതിരിക്കാൻ പറ്റുന്നതായിട്ടുള്ള ചില മുൻകരുതലുകളുമൊക്കെ നമ്മൾ സ്വീകരിക്കുന്നത് വളരെ നന്നായിരിക്കും. എന്തായാലും എല്ലാ നമ്മുടെ നേരം ഓൺലൈൻ പ്രേക്ഷകർക്കും അതേപോലെ ശ്രോതാക്കൾക്കും ഒന്നുകൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.